നാം നിരീക്ഷണത്തിലാണ് എന്ന ഒരു വിഷയത്തെ അധികരിച്ചാണ് ഇന്ന് ഞാനിവിടെ പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നേറി മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരാകുന്ന നാം ഈ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വിഭാഗം സൃഷ്ടികളെക്കാളും ഉത്കൃഷ്ടരാണ്, ഉദാത്തരാണ്. 3 വിഭാഗം സൃഷ്ടികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, വിവേകം മാത്രമുള്ള അല്ലാഹുവിന്റെ ഉത്കൃഷ്ടരായ മലക്കുകൾ. അവർക്ക് വിവേകം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുള്ളൂ. അവർക്കൊരിക്കലും വിചാരമോ വികാരമോ ഇല്ല. അല്ലാഹു തആല സൃഷ്ടിച്ച അന്ന് മുതൽക്ക് ആരാധനാ കർമ്മങ്ങളിൽ നിരതരായ മലക്കുകൾ, സുജൂദ് ചെയ്യുന്ന മലക്കുകളുണ്ട്, റുക്ഉ ചെയ്യുന്ന മലക്കുകളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അങ്ങനെ കോടാനക്കോടി മലക്കുകൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് പെഴുതിറങ്ങുന്ന ഓരോ മഴത്തുള്ളി പോലും പ്രിയപ്പെട്ടവരെ മാലാഖമാരെ ഭൂമിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് പോലും ഗ്രന്ഥങ്ങളിൽ ഇമാമിങ്ങൾ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല ഈ കോടാനക്കോടി മലക്കുകളെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? മനുഷ്യരാകുന്ന നമ്മുടെ സഹായത്തിന് വേണ്ടിയും ഖിദ്മത്തിന് വേണ്ടിയുമാണ്. ഈ വിവേകമുള്ള മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുള്ള പ്രോട്ടോകോളിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ വിചാരിക്കാനോ പ്രിയപ്പെട്ടവരെ അവർക്ക് കഴിയില്ല. എന്നാൽ ഇവിടെ വികാരം മാത്രമുള്ള ഒരു വിഭാഗം ജീവികളുണ്ട്. അതാണ് നാൽക്കാലികൾ, മനുഷ്യരല്ലാത്ത, മലക്കുകളല്ലാത്ത മറ്റു ജീവജാലങ്ങൾ. നാം മനുഷ്യരാകുന്ന നമ്മൾ ആശയവിനിമയം നടത്താൻ വേണ്ടി ഇതുപോലെ ഒത്തുകൂടുന്നു. മൃഗങ്ങൾ ഒരിക്കലും തന്നെ സംഘടിക്കാറില്ല, വയലു പറയാറില്ല, സമ്മേളനങ്ങൾ നടത്താറില്ല. അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ അവർക്ക് സംഗമങ്ങളില്ല. നമ്മളൊരു വീട്ടിൽ ഒരു ആടിനെ കൊണ്ടുവരികയാണ്. അതിനെ വളർത്തിയെടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു ആടിനെ നാം വളർത്തുന്നു. അത് ഒരു ഗർഭിണിയായ ആടാണ്. ആ ആട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് നല്ല ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ഒരു ആൺകുട്ടിയാണ്. ഈ ആൺകുഞ്ഞ് വളർന്ന് വലുതായി ഉമ്മയുടെ അമ്മിഞ്ഞ പാല് കുടിച്ച് നല്ലപോലെ ആരോഗ്യമുള്ള ഒരു മൃഗമായി മാറി വൈകാരികമായി അതിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അത് ഇണയായി കണ്ടെത്തുന്നത് സ്വന്തം അമ്മയെയാണ്, അല്ലെങ്കിൽ ഉമ്മയെയാണ്. എനിക്ക് നൽകിയ, എനിക്ക് പാലൂട്ടിയ, എന്നെ പ്രസവിച്ച ഉമ്മയെ ഞാൻ വൈകാരികമായി സമീപിക്കാൻ പാടില്ല എന്ന് ആ മുട്ടനാടിന് പ്രിയപ്പെട്ടവരെ അറിയില്ല. അങ്ങനെ ഒരു വിവേകം അല്ലാഹു കൊടുത്തിട്ടില്ല. ആ ആടിനെ സംബന്ധിച്ചിടത്തോളം വികാരം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെയാണ് മനുഷ്യരാകുന്ന നമ്മുടെ വ്യതിരക്തതയെ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്തിട്ടുള്ള വിവേകവും പ്രിയപ്പെട്ടവരെ മൃഗങ്ങൾക്ക് നൽകിയിട്ടുള്ള വികാരവും രണ്ടും ഒരു മനുഷ്യനിൽ ഒരുപോലെ സമ്മേളിക്കുകയാണ്.
ഒരു മനുഷ്യൻ വിവേകം കൊണ്ട് അവന്റെ വികാരത്തെ നിയന്ത്രിച്ച് മുന്നേറാൻ വിചാരിക്കുന്നുവെങ്കിൽ അവന് ഒരു മലക്കിനേക്കാളും ഉന്നതനാകാൻ കഴിയുമെന്ന ഒരു വലിയ പാഠമാണ് പ്രൈമറി വിദ്യാഭ്യാസങ്ങളിലൂടെ അല്ലെങ്കിൽ പള്ളി ദർസുകളിലൂടെ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ പഠിക്കാറുള്ളത്. അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യനാണോ മലക്കാണോ ഉന്നതൻ എന്ന ചർച്ച. അതിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി പഠിക്കുന്ന ഒരു അധ്യാപനം മലക്കിനേക്കാൾ ഉന്നതൻ മനുഷ്യനാണെന്നാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാനും നിങ്ങളും ജിബ്രീലിനേക്കാൾ ഉഷാറാണ് എന്നല്ല. അങ്ങനെ വിചാരിക്കണ്ട. മനുഷ്യവർഗവും അതുപോലെ മലക്ക് വർഗവും രണ്ടും വർഗാടിസ്ഥാനത്തിൽ തുലനം ചെയ്യുമ്പോൾ മലക്കിനേക്കാൾ ഉന്നതൻ മനുഷ്യനാണ്. അതിനെത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ച കോടാനക്കോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനും ഉദാത്തനുമായ മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹു തആല ചെയ്തു കൊടുത്ത സൗകര്യത്തെ കണ്ടിട്ട് ഒരിക്കൽ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി, പടച്ചവനെ, ഐഹിക ലോകം സ്വന്തമായ തീരുമാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരം നീ മനുഷ്യന് ദുനിയാവിൽ നൽകിയതുപോലെ പാരത്രികമായ ലോകത്ത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഈ ലോകം വിനിയോഗിക്കാനുള്ള അവസരം തന്നെങ്കിലെന്ന് അള്ളാഹുവിനോട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാലാഖമാര് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അനുഗ്രഹിച്ച് സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യരുടെ പവർ ഒരിക്കലും മലക്കുകളാകുന്ന നിങ്ങൾക്ക് നൽകുകയില്ല. നമ്മുടെ ഉദ്ഘാടന പ്രഭാഷകൻ ഇവിടെ നടത്തിയതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ലോകത്ത് രക്തച്ചൊരിച്ചിലും മനൈക്യവും ചിത്രതയും ഉണ്ടാക്കുന്ന ഒരു വിഭാഗമെന്ന് പറഞ്ഞിട്ട് മനുഷ്യനോട് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ തരം താഴ്ത്താൻ ശ്രമിച്ച ചില ആളുകളെ അല്ലെങ്കിൽ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ മനുഷ്യരുടെ വികാരവും വിചാരവും മലക്കുകളാകുന്ന നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ അതിനേക്കാൾ അധപ്പതിച്ചു പോകുമെന്ന് മലക്കുകളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ നന്മ യശസ് ഉയർത്തി കാണിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞുവത്രേ. അപ്പോൾ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലും ഞങ്ങൾ നിന്റെ സീമ ലംഘിച്ചുകൊണ്ട് ഒരു അരുതായ്മ ചെയ്യുമെന്ന് പടച്ചവനെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകൾ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ട് മലക്കുകളെ ഭൂമി ലോകത്തേക്ക് നിശ്ചയിച്ചത്. അങ്ങനെ ലോകത്തെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി, വ്യഭിചാരം വരെ നടത്തി എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. മലക്കുകളെ മനുഷ്യരൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം മനുഷ്യന്റെ പ്രകൃതി അവർക്ക് നൽകി. മൂന്നാളുകൾ അതിന് തയ്യാറായി. ഒരാൾ പറഞ്ഞു, ഞാൻ തുടക്കത്തിലെ പിന്തിരിയാൻ തയ്യാറാവുകയാണ്. അങ്ങനെ രണ്ട് മലക്കുകൾക്ക് മനുഷ്യന്റെ പ്രകൃതി നൽകി ഭൂമിയിലേക്ക് വിട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ട് അതിൽ അതാ ലയിച്ചുപോയി, വ്യഭിചാരം വരെ നടത്തിപ്പോയെന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെക്കാൾ ഉന്നതനായി പ്രിയപ്പെട്ടവരെ ആത്മീയമായി ഒരു മനുഷ്യന് ഉയരാൻ കഴിയും. മനുഷ്യൻ ഉയർന്നാൽ മലക്കുകളെക്കാൾ ഉയരാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിനെ കാണാൻ വേണ്ടി പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലാക്കയായ ജിബ്രീലിനോട് ഒന്നിച്ച് യാത്ര പോകുമ്പോ ബഹറുന്നൂർ എന്ന് പറയുന്ന സാഗരത്തിന് സമീപത്തെത്തിയപ്പോൾ മലാക്കയായ ജിബ്രീൽ പറഞ്ഞു, നബിയേ, ഈ
പ്രകാശക്കടല് വിട്ടുകടക്കാൻ എനിക്ക് കഴിയില്ല. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മാലാഖയായ ജിബ്രീൽ പ്രകാശത്തിന്റെ കടല് വിട്ടുകടക്കാൻ എനിക്ക് കഴിയില്ല, അതിനു മാത്രമുള്ള ഊർജം എനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പോയി അല്ലാഹുവുമായി സംവദിച്ചിട്ട് തിരിച്ചു വരുന്നത് വരെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രകാശക്കടലിന്റെ ഇപ്പുറത്ത് കാത്തു നിൽക്കുകയാ. എന്താണ് ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? പ്രിയപ്പെട്ടവരെ, മാലാഖയാകും മുഴുവൻ മലക്കുകളും കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും ബൈത്തുൽ മുഖദ്ദസ് ഞാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമാണ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് നബിയെ മൂസാ നബി അലൈഹിസ്സലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഇനിയും ഒരുപാട് നിർവഹിക്കാനുണ്ടെന്ന ചിന്തയിൽ വ്യാകുലനായി നിൽക്കുന്ന സമയത്താണ് മാലാഖയായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുന്നത്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, മരിക്കുകയാണെന്ന് ആ വാക്ക് കേട്ടപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂസാ നബി അലൈഹിസ്സലാം മടിച്ചുപോയി. ആടിയുടെ ശക്തമായ അടിയുടെ പ്രിയപ്പെട്ടവരെ ശക്തമായ അടി കൊണ്ടിട്ട് അസ്റായീലിന്റെ കണ്ണ് പൊട്ടിപ്പോയെന്ന് പറയുന്നത് ഏതെങ്കിലും കുരുന്നുകളിലോ മാസികകളിലോ അല്ല, സ്വഹീഹുൽ ബുഖാരിയാണ്. മഹാനായ അസ്റായീൽ പടച്ചവനിലേക്ക് ഉയർന്നുകൊണ്ട് പറഞ്ഞുപോയി, അർസൽതനീ ഇലല്ലദീ ലാ യുരീദുൽ മൗത്ത്. ഒരിക്കലും മരിക്കണമെന്ന് താല്പര്യമില്ലാത്ത ഒരാളിലേക്ക് എന്തിനാണ് പടച്ചവനെ എന്നെ നീ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിനോട് അസ്റായീൽ സംസാരിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ സമീപിക്കുമ്പോ നിങ്ങളുടെ സമീപനത്തിൽ ഒരല്പം മയവുണ്ടാകുന്നത് നല്ലതായിരുന്നു. അപ്പോൾ അസ്റായീൽ പിന്നെയും വന്നു. എന്നിട്ട് ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ഒരു ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ ഒരു വാഹനപ്പുറത്ത് ഇരിക്കുകയാണ്. അസ്റായീൽ പറഞ്ഞു, നിങ്ങൾ വെച്ച ഈ കൈവെള്ളയുടെ ഉള്ളിൽ എത്ര രോമങ്ങളുണ്ട്, ആ രോമങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ അവസരമുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെ എനിക്ക് കൂടുതൽ കാലം ജീവിക്കണം എന്നുള്ള മോഹമൊന്നുമില്ല. പിന്നെ എന്തിനാണ് അസ്റായീൽ നിങ്ങൾ എന്നെ അടിച്ച് നിങ്ങൾ എന്റെ കണ്ണ് പൊട്ടിച്ചത് എന്ന് ചോദിച്ചു. ആ സമയത്താണ് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭൂമിയിൽ മരണപ്പെട്ടു പോയാൽ എന്നെ ആരു കാണാനാണ്, ആരു കേൾക്കാനാണ്? അതുകൊണ്ട് എനിക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തട്ട് കൊടുത്തിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വന്ന് വീണുപോയി. അപ്പോൾ അസ്റായീൽ കൂടെയുണ്ട്. അസ്റായീൽ ചോദിച്ചു, നബിയേ, ഇനി നിങ്ങളുടെ ആത്മാവ് പിടിക്കാൻ സമയമായിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മലാക്ക, അതും ആത്മാവ് കൊണ്ടുപോകാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒരു ചെറിയ കുട്ടി ഉമ്മയുടെ തുണിക്കോന്തല പിടിച്ചുകൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ പ്രിയപ്പെട്ടവരെ ദുശ്ശാഠ്യം പിടിക്കുന്നത് പോലെ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒരു മനുഷ്യന്റെ, ഒരു പ്രവാചകന്റെ സമ്മതം കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് എന്റെ ഖബറിൽ കിടക്കുന്നതിന് മുമ്പ് ഖബറൊന്ന് കാണണം, എന്നിട്ടേ ഞാൻ മരിക്കുന്നുള്ളൂ. ഖബർ കുത്തിയതിന് ശേഷം സമയമായോ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ ഖബറിൽ ഒന്ന് കിടന്നിട്ട് എനിക്കൊന്ന് നോക്കണം. കാരണം ഇവിടെ ദുനിയാവിൽ വെച്ച് ഖബറിൽ കിടക്കുമ്പോൾ സ്വർഗം കാണാൻ കഴിയുമെന്ന് ഒരു വിശ്വാസിക്ക് അല്ലാഹു നൽകിയ ഓഫറാണ്.
എന്റെ ഖബറിൽ കിടന്നിട്ട് സ്വർഗം കാണുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് അസ്റായീലിന്റെ മുമ്പിൽ സാക്ഷ്യം പിടിച്ച പ്രവാചകനാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവത്തിലൂടെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യനാത്മീയമായി ഉയർന്നാൽ അവന്റെ പവർ എത്രയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മാലാഖമാരോട് പറയുകയാണ്, മനുഷ്യന് നൽകിയ ബഹുമതിയും അനുമതിയും മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് നൽകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബഹുമാനത്തെ അല്ലാഹു മലക്കുകളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ചിരിക്കുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു മനുഷ്യന് ഇത്ര ബഹുമതി നൽകിയത്? അല്ലാഹു ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ട്, എന്റെ അമാനത്താകുന്ന ശരീഅത്തിനെ ഏറ്റെടുക്കാൻ ലോകത്താർക്കാണ് സാധിക്കുകയെന്ന്. അതാ ലോകത്തോട് ഞാൻ വിളംബരം ചെയ്തപ്പോൾ ലോകത്താരുമേ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വഹമലഹൽ ഇൻസാൻ, മനുഷ്യനാണ് എന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് എന്ന കാരണം കൊണ്ട് തന്നെ മനുഷ്യന് ഞാൻ മറ്റുള്ളവരെക്കാൾ ബഹുമാനം നൽകിയിരിക്കുകയാണ്. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി. മനുഷ്യനെന്റെ ശരീഅത്ത് ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ മനുഷ്യനെ കരയിലും കടലിലും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിന്റെ പ്രമേയം മനുഷ്യനാണ്. ലോകത്തിന്റെ പ്രമേയം മനുഷ്യനാണ്. ഇവിടെ ആടിനെ വളർത്തുന്നുണ്ട്, കോഴിയെ വളർത്തുന്നുണ്ട്, പശുവിനെ വളർത്തുന്നുണ്ട്, കോടാനക്കോടി മത്സ്യങ്ങൾ കടലിൽ വളരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടിയാണ്. വൽ അർള വദഅഹാ ലില്ലനാം, മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാണ് ഈ ഭൂപ്രപഞ്ചത്തെ ഞാൻ സംവിധാനിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യം, അല്ലാഹുവിന്റെ ശരീഅത്ത് ആകുന്ന അമാനത്ത് ഏറ്റെടുക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കഴിയും പടച്ചോനെ എന്ന് മനസ്സുകൊണ്ട് സമ്മതിച്ച് പ്രിയപ്പെട്ടവരെ, ആ ശരീഅത്ത് ഏറ്റെടുക്കാൻ തയ്യാറായതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന ബഹുമാനമാണിത്. അതുകൊണ്ട് തന്നെ എന്റെ വിഷയം എന്താണ്? നാം നിരീക്ഷണത്തിലാണ്. എന്താ നിരീക്ഷിക്കപ്പെടുന്നറിയോ? അല്ലാഹു തആല വലിയ ബഹുമതി നൽകിയ നാം അല്ലാഹുവിന്റെ ശരീഅത്ത് ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ഈ ലോകത്തുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി അല്ലാഹു തആല പ്രിയപ്പെട്ടവരെ വിനിയോഗിക്കാൻ അവസരം തന്ന പടച്ച റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല ഏർപ്പെടുത്തിയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ കാര്യങ്ങളല്ല. 7 കൂട്ടം നിരീക്ഷണങ്ങൾ ഈ ഭൂമി ലോകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവർത്തനങ്ങളുടെ സുതാര്യത വിലയിരുത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും കേട്ടില്ല, ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ സ്ഥിരം പല്ലവി ആവർത്തിക്കപ്പെടാതിരിക്കാൻ അല്ലാഹു പ്രിയപ്പെട്ടവരെ 7 കൂട്ടം നിരീക്ഷണങ്ങളെ ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി അല്ലാഹു ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, എത്ര കോടി മത്സ്യങ്ങളെയാണ് മനുഷ്യൻ തിന്നൊടുക്കിയത്, എത്ര കോഴികളെയാണ് അവൻ അറുത്ത് ഭക്ഷിച്ചത്, എത്ര ആടുകളെയാണ് അവൻ അറുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നമ്മൾ പശുവിനെ വളർത്തുന്നു. ആ
പശു പ്രസവിച്ച് സുന്ദരമായ ഒരു കുട്ടിയുണ്ടായി. അതിന്റെ അകത്തിൽ നല്ലപോലെ പാല് വരാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പശുക്കിടാവിനെ വലിച്ചു കെട്ടിയിട്ട് അതിന്റെ അകട്ടിലുള്ള പാല് മുഴുവനായി കറന്നെടുത്ത് നമ്മളും ഭാര്യയും മക്കളും കുടിച്ച് ബാക്കി മിച്ചം വന്ന അയൽവാസികളിലേക്കോ കടകളിലേക്കോ മറ്റ് മിൽമ ബൂത്തുകളിലേക്കോ കൊടുത്ത് നമ്മൾ വിൽപ്പന നടത്തി കാശുണ്ടാക്കുന്നു. അകട്ടില് പാലില്ലെന്ന് തോന്നിയാൽ പിന്നെയും പശുക്കിടാവിനെ അഴിച്ചു വിട്ടിട്ട് സ്വന്തം ഉമ്മയുടെ അമ്മിഞ്ഞ പാലിന് വേണ്ടി 4 പ്രാവശ്യം വന്ന് അകട്ടിൽ വന്ന് ചുരത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, പാൽക്കുടലിലുള്ള പാലുകൾ മുഴുവനായി ആ പശു ഇറക്കി കൊടുത്തു എന്ന് മനസ്സിലായാൽ പിന്നെയും ആ പശുവിന്റെ ഉടമസ്ഥൻ ബലാത്കാരമായി പിടിച്ചു കെട്ടുന്നു. പശുക്കിടാവിനെ പിടിച്ചു കെട്ടുന്നത് കണ്ടാൽ തോന്നിപ്പോവും വൈഫിന്റെ മുലയാണ് പശുക്കിടാവ് കുടിക്കുന്നത്. അല്ല, സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞ പാലാണ് കുടിക്കുന്നത്. പക്ഷെ ലോകത്താർക്കെങ്കിലും ഇവിടെ പരാതിയുണ്ടോ? ലോകത്താർക്കെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന്റെ പേരിൽ വിഷമമുണ്ടോ? ലോകത്ത് ഏതെങ്കിലും ബുദ്ധിജീവികൾ മോശമായ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടോ? ഇല്ല. കാരണം ലോകത്ത് മനുഷ്യൻ, ഈ ലോകത്തിന്റെ പ്രമേയം മനുഷ്യനാണ്. എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല സംവിധാനിച്ചത് മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ്. ആ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ശരീഅത്ത് ഏറ്റെടുത്ത് ജീവിക്കുന്നുണ്ടോ എന്ന നിരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല ലോകത്തൊരുപാട് നിരീക്ഷകരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ തൊട്ടടുത്ത ഏതോ പള്ളിയിൽ നേർച്ചക്കുറ്റിയിൽ നിന്ന് പൈസ കളവ് പോയി. പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ക്യാമറ ഉണ്ടായാൽ ഞാൻ മോഷണം നടത്തുന്നത് പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് മോഷ്ടാവ് ഇനി ആ വഴിക്ക് വരൂല. പക്ഷേ ആ ഒരു ക്യാമറയെ മാത്രമല്ല അവൻ പേടിക്കേണ്ടത്, 7 കൂട്ടം ക്യാമറ നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ടവരെ ലോകത്ത് അല്ലാഹു ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ നിരീക്ഷകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം അവനാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സൃഷ്ടിച്ചത്. ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചെടുത്ത് ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്ന അല്ലാഹുവില്ലേ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കൊന്നുമേ അറിയില്ലായിരുന്നു. ഇന്ന് എവിടെയാണ് മനുഷ്യൻ എത്തി നിൽക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വസിക്കുന്ന ഭൂമിക്കപ്പുറത്ത് മറ്റൊരു ഗോളമുണ്ടോ? ആ ഗോളത്തിൽ വെള്ളമുണ്ടോ? അവിടെ മണ്ണുണ്ടോ? അവിടെ ശ്വസിക്കാൻ വായുവുണ്ടോ? അവിടെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ പദാർത്ഥങ്ങളും സൗകര്യങ്ങളുമുണ്ടോ? എന്നിങ്ങനെ ഭൂമിയല്ലാത്ത ഗോളങ്ങളിൽ മനുഷ്യൻ യാത്ര നടത്തിയിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനെ കുറിച്ചുള്ള നിരീക്ഷണമാണ്, ഭൂമിയെ കുറിച്ചുള്ള നിരീക്ഷണമാണ്, സൂര്യനെ കുറിച്ചുള്ള നിരീക്ഷണമാണ്. ഇങ്ങനെ ശാസ്ത്രീയമായി ഒരുപാട് മനുഷ്യൻ പ്രിയപ്പെട്ടവരെ അതാ വികസിച്ചു പോയി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല അവന്റെ പ്രവർത്തനങ്ങൾ ഓരോ സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ച് നമ്മളാണ്.
അതുകൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നത് പോലും നമുക്കറിയാം. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദി. ഒരു മനുഷ്യന്റെ കർണനാടിക്ക് അവനുമായി എത്ര അടുപ്പമുണ്ട്, അതിനേക്കാൾ അടുപ്പം എനിക്കാണുള്ളതെന്ന് അല്ലാഹു തആല അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു തആല നിങ്ങളെ സദാ സമയത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് വിശദമായി പറയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ നിരീക്ഷകൻ ആരാണെന്നറിയുമോ? അത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന രണ്ട് മലക്കുകളാണ്. ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ ഏൽപ്പിച്ചത് നമ്മുടെ നന്മ തിന്മ എഴുതൽ മാത്രമല്ല, നന്മ തിന്മ എഴുതി കർമ്മപുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കേണ്ട ചുമതല ഈ രണ്ട് മലക്കുകൾക്കുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഓരോ മനുഷ്യനും അല്ലാഹുവിന്റെ ദർബാറിലെത്തുമ്പോ അവന്റെ കൂടെ രണ്ട് മലക്കുകൾ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു. ആരായി മലക്കുകൾ? അത് നമ്മുടെ റഖീബും അതീദുമാണ്. റഖീബ് അതീദ് എന്ന് പറയുന്ന മലക്കുകൾ ഒരു രണ്ട് മലക്ക് മാത്രമല്ല, അത് ഒരു വിഭാഗം മലക്കിന്റെ പേരാണ്. എല്ലാ മനുഷ്യരുടെയും നന്മയും തിന്മയും എഴുതുന്ന രണ്ട് മാലാഖമാർ, അവർക്ക് പറയുന്ന പേരാണ് റഖീബ് അതീദ് അലൈഹിമസ്സലാം. പ്രിയപ്പെട്ടവരെ, മലക്കുകളെ കാണാൻ നമുക്ക് കഴിയില്ല, മലക്കുകളെ കേൾക്കാൻ നമുക്ക് കഴിയില്ല. അതാ ഇൽമ് പറയുന്ന മജ്ലിസുകളിൽ മാലാഖമാരുണ്ട്, പക്ഷെ നമ്മൾ കണ്ടില്ല. നമ്മുടെ കൂടെ നന്മയും തിന്മയും എഴുതാൻ മലക്കുകളുണ്ട്, പക്ഷേ നാം ഇതുവരെ അവര് തമ്മിൽ മന്ത്രിക്കുന്നതോ സ്വകാര്യം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പള്ളികളിൽ പ്രിയപ്പെട്ടവരെ, നാം ജുമുഅ ജമാഅത്തുകൾക്ക് എത്തുമ്പോൾ അവിടെയും മലക്കുകളുണ്ട്, പക്ഷെ നാളിതുവരെയായി നമ്മൾ മലക്കുകളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, മാലാഖമാർ അല്ലാഹുവിന്റെ അത്ഭുത ജീവികളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരാണ്, ഉദാത്തരാണ്. അവർക്ക് പലതരത്തിലുള്ള ചിറകുകളുണ്ട്. ആ മാലാഖമാരിൽ റഖീബ് അതീദ് എന്ന് പറയുന്ന മലക്ക് നമ്മുടെ നന്മ തിന്മ എഴുതാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ നിരീക്ഷകരാ. തിന്മകളെ നിരീക്ഷണം നടത്താൻ പാപം ചെയ്യണമെന്ന മനസ്സ് പോലും അല്ലാഹു നൽകിയിട്ടില്ലാത്ത മലക്കുകളെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു കൽപ്പിച്ചതിനെതിരെ ചെയ്യാത്ത ആളുകൾ ഇവരാണ് മലക്കുകൾ. പ്രവാചകന്മാരും മലക്കുകളും പ്രിയപ്പെട്ടവരെ മഅസൂമീങ്ങളാണ്, പാപ സുരക്ഷിതരാണ്. അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ പാപമുണ്ടാകാൻ പാടില്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആരാണ് റസൂൽ നബി എന്ന തുഹ്ഫയുടെ ആദ്യ ഭാഗത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞു, നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പും അതിന്റെ ശേഷവും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ ഒരു പാപവും ഒരു പ്രവാചകൻ ചെയ്യാത്ത നിലയിൽ സംശുദ്ധനായവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നബി, ഒരു പ്രവാചകൻ, ഒരു മുർസൽ എന്ന് പറയുന്നത്. കാരണം അവര് തെറ്റ് ചെയ്താൽ പിന്നെ അവരെ അനുഗമിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതെയായി പോകും. അവര് ചെയ്യുന്നത് നന്മയേത് തിന്മയേത് എന്ന് വേർതിരിച്ച് സമൂഹത്തിന് അറിയാതെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല മലക്കുകൾക്കും മുർസലീങ്ങൾക്കും പാപം ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല.
അതുകൊണ്ടാണ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കാൻ വേണ്ടി 3 ആളുകൾ വീട്ടിൽ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ നബി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ അന്വേഷിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഒന്നിലധികം ഭാര്യമാര് വിവാഹം ചെയ്ത് അവർക്ക് വേണ്ടി ഊഴം നിശ്ചയിച്ചു കൊടുത്ത് ഓരോ ഭാര്യമാർക്ക് വേണ്ടിയും ആവശ്യം നിർവഹിക്കാൻ ടൗണുകളിലും കമ്പോളങ്ങളിലും പോയി സാധനങ്ങൾ വാങ്ങി അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബജീവിതം നയിക്കുന്നത് വളരെ വ്യക്തമായി അങ്ങ് വിവരിച്ചു കൊടുത്തപ്പോൾ അവര് പറഞ്ഞു, നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല റസൂലുള്ളാഹിന്റെ ജീവിതം. പക്ഷെ അവര് കൂടുതൽ പറഞ്ഞ് കുരുത്തക്കേടൊന്നും വാങ്ങിയില്ല. അവര് പറഞ്ഞു, നബിതങ്ങളുടെ പാപങ്ങൾ മുൻകഴിഞ്ഞതും പിന്നിൽ വരാൻ പോകുന്നതും മുഴുക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അർത്ഥം വെക്കുന്ന ഈ ഹദീസിന് ഇമാമിങ്ങൾ നൽകിയ വിശദീകരണം എന്താണ്? പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളെ അല്ലാഹു മറച്ചു കളഞ്ഞു എന്നാണ്. കാരണം പാപം അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് സാധാരണ സൃഷ്ടികളെ കുറിച്ച് പറയുന്ന അർത്ഥം നബിതങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. ഇർഷാദു സാരി പോലെയുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇത് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അള്ളാഹുവിന്റെ മുർസലുകളും പ്രവാചകന്മാരും മലാക്കമാരും ഒരു പാപവും ചെയ്യാതെ പാപ സുരക്ഷിതരായി ജീവിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളോ, അവരിൽ നിന്ന് ചിലപ്പോൾ പാപങ്ങൾ ഉണ്ടാകാം. അവര് മഹ്ഫൂദീങ്ങളാണ്. പരമാവധി അവർ തെറ്റുകൾ സൂക്ഷിക്കും. ഒരു തെറ്റ് ഒരു വലിയന്റെ അരികിൽ നിന്ന് വന്നുപോയാൽ ആ സെക്കൻഡിൽ തന്നെ തൗബ ചെയ്ത് മടങ്ങും. അതാണ് സാധാരണ കാരണം. വലിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ഔലിയാക്കളിൽ നിന്നും ഉണ്ടാകാം. വലിയ ആളാണ്, ബഹുമതിയുള്ള ആളാണ്, ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. പക്ഷേ ചില ഷെറുകളിൽപ്പെട്ട് പാപങ്ങൾ ഔലിയാക്കളും ചെയ്യാം, പണ്ഡിതന്മാരും ചെയ്യാം. പക്ഷേ അവര് ആ പാപക്കറ ഒരിക്കലും തന്നെ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നില്ല. ഉടനെ തൗബ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപത്തിൽ നിന്ന് അവര് മുക്തരാവുകയാണ്. ഇതാണ് മനുഷ്യർ മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളുടെ പ്രത്യേകത. എന്റെ വിഷയം അതൊന്നുമല്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, പാപം ചെയ്യാൻ ചാൻസ് ഇല്ലാത്തവരെ, അതാ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കുന്നതിലും അർത്ഥമുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ നിരീക്ഷണത്തിന് വേണ്ടി രണ്ടാമതായി ഏൽപ്പിച്ചത് മലക്കുകളെയാണ്. നമ്മൾ മരിച്ചാൽ സഹോദരങ്ങളെ, നമ്മുടെ കർമ്മ പുസ്തകം അടച്ചു വെക്കുന്നത് ഈ മലാക്കമാരാണ്. ഈ മലക്കുകൾ കർമ്മപുസ്തകം അടച്ചു വച്ചാൽ പിന്നെ അതിലേക്ക് പ്രിയപ്പെട്ടവരെ മറ്റു അമലുകൾ ചേർത്തപ്പെടുകയില്ല. ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവന്റെ കർമ്മപുസ്തകത്തിലേക്ക് അവന്റെ മരണത്തിന് ശേഷം ചേർത്തപ്പെടുകയില്ലെന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തേത് എന്താണ്? അവന്റെ വിജ്ഞാനമാണ്. രണ്ടാമത്തേത് എന്താണ്? അവൻ നൽകിയ സ്വതഖയാണ്. മൂന്നാമത്തേത് അവന്റെ മക്കളുടെ ദുആയാണ്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖ എന്ന് പറയുമ്പോൾ ജാരിയായ സദഖയാണ്. ഒരാൾ ഒരു കിണർ കുഴിച്ചു, അയാൾ മരണപ്പെട്ടു പോയി, ശരീരം പ്രിയപ്പെട്ടവരെ മണ്ണോടുകൂടെ നുരുമ്പിപ്പോയി എന്ന് തന്നെ കരുതി. പ്രിയപ്പെട്ടവരെ, പക്ഷേ അദ്ദേഹം അധ്വാനിച്ച കിണറിൽ നിന്ന് വെള്ളമിതാ ഇവിടെ മനുഷ്യർ കുടിച്ചുകൊണ്ടിരിക്കുന്നു, മൃഗങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷികളും പറവകളും പ്രിയപ്പെട്ടവരെ ദാഹജലം ശമനമായി കാണുന്നു. അതിന്റെയൊക്കെ പ്രതിഫലം ആ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക്, ആത്മാവിലേക്ക് പരിലസിച്ചു കൊണ്ടിരിക്കുകയാണ്.
വർഷങ്ങൾ പിന്നിട്ടാലും നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ സെക്കൻഡും അവിടുത്തെ വഫാത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു കിടക്കുമ്പോൾ ഒരു സെക്കൻഡിന്റെ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് നബി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓരോ നിമിഷങ്ങളിലും പ്രിയപ്പെട്ടവരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാഴ് പറയുന്നതിന്റെ ഒരംശം കൂടി റസൂലുള്ളാഹി തങ്ങൾക്കാണ്. എന്റെ സദസ്സിൽ വാഴ് കേൾക്കാനിരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വാഴ് കേൾക്കുന്ന കൂലിയുണ്ടല്ലോ, ഇതിന്റെ ഒരംശം റസൂലുള്ളാഹി തങ്ങൾക്കാണ്. ഇതുപോലെ നമുക്ക് 4 മക്കളുണ്ടായാൽ നമ്മൾ ആ മക്കളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുപോയി ആ മക്കള് നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു, തവാഫ് ചെയ്യുന്നു, ഉംറ നിർവഹിക്കുന്നു, ഇതുപോലെയുള്ള സൽക്രമങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് മാതാവും പിതാവും ആത്മീയ ലോകത്ത് നിന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. കാരണം മക്കൾ നല്ല സൽക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ മനുഷ്യന്റെ നന്മയും തിന്മയും എഴുതപ്പെടുന്ന കർമ്മപുസ്തകമുണ്ടല്ലോ, ഇതടച്ചു വെക്കുന്നത് റഖീബ് അതീദ് അലൈഹിസ്സലാം. ഈ റഖീബ് അതീദ് എന്നിട്ട് ഖബറിന്റെ മുകളിൽ വന്നു നിൽക്കുന്നു. ഇത് പറയുന്നത് ആരാണ്? ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ. ഈ മലക്കുകൾ ഖബറിന്റെ മുകളിൽ വന്നിട്ട് പടച്ചവനോട് പറയും, റബ്ബേ, ഈ മനുഷ്യൻ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു. ഖുർആൻ ഓതിയ മനുഷ്യൻ, നിസ്കരിക്കുന്ന മനുഷ്യൻ, പള്ളിയിൽ പോകുന്ന മനുഷ്യൻ, ജമാഅത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യൻ, തവാഫ് ചെയ്ത മനുഷ്യൻ, ഹജ്ജ് ചെയ്ത മനുഷ്യൻ, ഉംറ ചെയ്ത മനുഷ്യൻ, ഖുർആനുമായി നിരന്തരമായി അതാ ഖുർആനിന്റെ മുമ്പിൽ ഭജനമിരിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യന്റെ വിയോഗം ഞങ്ങൾക്ക് വലിയ വേദനയുണ്ടാക്കിയിട്ടുണ്ട്. റബ്ബേ, ജസല്ലാഹു അന്നാ ഖൈറൽ ജസാ. ഈ മനുഷ്യന് നന്മ ചെയ്തു കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരെ മലക്കുകൾ ഖബറിന്റെ പുറത്ത് വെച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇത് നമ്മൾ ചെയ്ത സേവനത്തിന്റെ ബോണസാണ്. നമ്മൾ മരണപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ, പക്ഷേ പ്രവർത്തനത്തിന്റെ പ്രോഫിറ്റ്, അതിന്റെ ഗുണം നിരന്തരമായി നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മലക്കുകളുടെ പ്രാർത്ഥനയാണ്. ഈ മലക്കുകൾ മനുഷ്യനെ ഖബറിൽ നിന്ന് എണീപ്പിച്ച് നിർത്തിയിട്ട് ഒരാള് മുന്നിലും വേറെ ഒരാള് പിന്നിലും അങ്ങനെ പടച്ചവന്റെ ദർബാറിൽ കോടതിയിൽ എത്തിക്കുന്നത് വരെയും ഈ മലക്കുകളുടെ സേവനം, ഈ മലക്കുകളുടെ പ്രവർത്തനം, ഈ മലക്കുകളുടെ നിരീക്ഷണം പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് വിട്ടുമാറുകയില്ല. ഈ മനുഷ്യൻ നല്ലവനല്ലെങ്കിൽ ഈ മലക്കുകൾക്ക് നമ്മളോട് ദയയില്ല, ഈ മലക്കുകൾക്ക് ദാക്ഷിണ്യമില്ല. പ്രിയപ്പെട്ടവരെ, കാരണം ഈ മനുഷ്യൻ ചെയ്തു പോയ കുറ്റകൃത്യങ്ങളുടെ ആഴം എത്ര വലുപ്പമുള്ളതാണെന്ന് ഈ മലക്കുകൾ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. ഒരു മനുഷ്യൻ തെറ്റ് കുറ്റവാളിയായി കോടതിയിൽ കൊണ്ടുവന്നിട്ട് ജഡ്ജിമെന്റിന് ശേഷം അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ആ ജഡ്ജിമെന്റ് കേട്ടിട്ട് പൊട്ടിക്കരയുന്ന ആ മനുഷ്യന്റെ വിഷമം കാണുമ്പോൾ പോലീസുകാരൻ ഒരു പക്ഷേ പറയാനിടയുണ്ട്, മോനെ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, നാളെ നല്ല കഴിവുള്ള ഒരു വക്കീലിനെ നിർത്തി അത് കുടുംബക്കാര് കൈകാര്യം ചെയ്ത് എത്രയും പെട്ടെന്ന് നിനക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കാം. ഈ ചെയ്യുന്ന ഈ ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയുന്ന പോലീസുകാരന് പ്രിയപ്പെട്ടവരെ, ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ആഴം എത്രയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ അയാൾ പറഞ്ഞു പോയത്. കാരണം കോടതിയിൽ കൊണ്ടുവന്നത് ഒരു പോലീസ്, ജഡ്ജിമെന്റിന് ശേഷം അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് വേറെ ഒരു പോലീസ്. എന്നാൽ കുറ്റകൃത്യം ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെയാണ് മാലാഖയായ റഖീബും അതീദും അത് അനുഗമിച്ച് പടച്ചവന്റെ കോടതിയിൽ കൊണ്ടുപോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ മലക്കുകൾക്ക് ഒരു ദയയും ഒരു ദാക്ഷിണ്യവും ഉണ്ടാവൂല.
ആ മലക്ക് ഖബറിന്റെ പുറത്ത് വെച്ച് ദുആ ചെയ്യുന്നത് എന്താണ്? ലാ ജസല്ലാഹു അന്നാ ഖൈറൽ ജസാ. പടച്ചവനെ, ഈ മനുഷ്യനെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ പൊറുതിമുട്ടിയിരുന്നു. ഈ പഹയൻ ഇപ്പൊ അങ്ങ് മരണപ്പെട്ടു പോയി. ഞങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. ഒരു ഗുണവും പടച്ചവനെ ഈ പഹയന് നീ ചെയ്തു കൊടുക്കല്ല എന്ന് ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മഹാനായ ഇമാം ഖസാദി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹ് പറഞ്ഞ വാക്കായിട്ട് ഇഹ്യാ ഉലൂമുദ്ദീനിൽ കൊണ്ടുവന്നത് കാണാം. അല്ലാഹു നമ്മളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന എന്താണെന്നറിയോ? ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്താൻ അല്ലാഹു തആല ഏൽപ്പിച്ച നിരീക്ഷകരാണ്. ഈ ഒരു മലക്കിനെ കൊണ്ട് മാത്രം കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, പകലിലെ കർമ്മങ്ങൾ നിരീക്ഷിക്കാൻ സ്പെഷ്യലായ ഒരു മലക്ക് വേറെയുണ്ട്. രാത്രിയിലുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ സ്പെഷ്യലായ മറ്റൊരു മലക്ക് വേറെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യതഖബു ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. മലക്കുകൾ രാത്രിയും പകലിലുമായി മാറി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സുബഹി നിസ്കാരത്തിന്റെ ഖുർആൻ കേൾക്കാൻ മലക്കുകളുടെ സാന്നിധ്യമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. രാത്രിയിലെ ഡ്യൂട്ടി നിർവഹിച്ചിട്ട് അതാ പ്രിയപ്പെട്ടവരെ പടച്ചവനിലേക്ക് ഉയരാൻ പോകുന്ന മലക്കുകൾ പറയും, സുബഹി നിസ്കരിച്ചിട്ട് അങ്ങ് പോകാം. അങ്ങനെ പള്ളിയിലെ ഓരോ നാട്ടിലെയും പള്ളിയിലെ ജമാഅത്തിന് മലക്കുകൾ വന്ന് പങ്കെടുക്കുന്നുണ്ട്. പകലിലെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ വിചാരിക്കും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടങ്ങ് ആരംഭിക്കാം. അങ്ങനെ രണ്ട് വിഭാഗം മലക്കുകളും പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ജമാഅത്താണ് സുബഹി നിസ്കാരവും അസർ നമസ്കാരവും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഹാഫിദു അലസ്വലവാതി വസ്വലാത്തിൽ വുസ്താ എന്ന് പ്രത്യേകം വുസ്തയെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ? ഈ നിസ്കാരത്തിന് മലക്കുകളുടെ സാന്നിധ്യവും കൂടിയുള്ള നിസ്കാരമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, 5 വക്തും സുബഹി നിസ്കരിക്കുന്ന ആളാണ് മൂപ്പര്. ആളെ കളിയാക്കിയിട്ടാ പറയണത്. മൂപ്പര് 5 വക്തും സുബഹി നിസ്കരിക്കുന്നു. ഈ പ്രയോഗം സത്യത്തിൽ ഖുർആൻ നടത്തിയതാണ്. നിങ്ങൾ 5 വക്ത് നിസ്കാരം നിർവഹിക്കണം, സുബഹി പ്രത്യേകം നിസ്കരിക്കണം എന്ന്. വസ്വലാത്തിൽ വുസ്താ. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, വസ്തു എന്നതിന്റെ മുഅന്നസാണ് വുസ്ത. വസ്തു എന്നത് പുല്ലിംഗം, വുസ്ത സ്ത്രീലിംഗം. അപ്പൊ മദ്യം എന്ന് എപ്പോഴാണ് പറയാ? ഒരു 5 ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുമ്പോ എനിക്ക് പറയാ ഞാനാണ് മദ്യത്തില്, ബാക്കിയുള്ളവർ 2 പേരിന്റെ അപ്പുറത്തും ഇപ്പുറത്തും. അതുപോലെ ഇവനും പറയാം, ഇവനും പറയാം, ഇവനും പറയാം. അപ്പൊ എല്ലാ നിസ്കാരവും വേറെ കാര്യം. പക്ഷേ അങ്ങനെ പ്രകടിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. പക്ഷേ സുബഹിയും അസറും വുസ്തയാണെന്ന് പ്രിയപ്പെട്ടവരെ എല്ലാ മുഫസ്സിറുകളും രേഖപ്പെടുത്തി. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം 2 മലക്കുകളും ഒരുപോലെ, രാത്രിയിൽ ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും പകലിൽ ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും ഒരുപോലെ സംഗമിക്കുന്ന നിസ്കാരമാണ് സുബഹിയും അസറും എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിസ്കാരത്തിന് പ്രതിഫലം കൂടുതലാണ്. സുബഹി നിസ്കാരത്തിന് പ്രതിഫലം കൂടുതലാണ്. അസർ നിസ്കാരത്തിന് പ്രതിഫലം കൂടുതലാണ്. പ്രിയപ്പെട്ടവരെ, മഗ്രിബ് നിസ്കാരത്തിനോ മറ്റുള്ള നമസ്കാരത്തെ അപേക്ഷിച്ച് പ്രതിഫലം കുറവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ജമാഅത്തിനുള്ളത് മഗ്രിബ് നിസ്കാരത്തിലാണ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഇല്ലാതെയാക്കണ്ട ഇരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത് മനുഷ്യന്റെ രാത്രിയിലും പകലിലുമുള്ള കർമ്മങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പ്രത്യേകമായ സ്പെഷ്യലായ മലക്കുകളാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം മലക്കുകളുണ്ട്.
മലക്കുകളിൽ തന്നെ 3 വിഭാഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഴ്ചയിലുള്ള നിരീക്ഷകരാണവര്. തിങ്കളാഴ്ചയിൽ അവരിതാ ഒരാഴ്ചയിൽ നിർവഹിച്ച കണക്കെടുപ്പുകൾ നടത്തി അല്ലാഹുവിലേക്ക് ഉയരുന്നു. തിങ്കളാഴ്ച മുതൽ പിന്നെ ചൊവ്വയും ബുധനും വ്യാഴവുമായി അടുത്തുവരെയുള്ള വ്യാഴാഴ്ച വരെയുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മലക്കുകൾ അല്ലാഹുവിലേക്ക് ഉയരുന്നു. എന്തിനാണ് നബിയെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇതാ അത് കൂട്ടി ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിലേക്ക് മലക്കുകൾ കണക്കെടുപ്പ് സമർപ്പിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിട്ട് അല്ലാഹുവിലേക്ക് എന്റെ കണക്കുകൾ ഉയർത്തപ്പെടട്ടെ. ഇതിനാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പനുഷ്ഠിക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ നിരീക്ഷണം 3 വിഭാഗം മലക്കുകളുടെ നിരീക്ഷണം 4 കൂട്ടങ്ങളായി. പ്രിയപ്പെട്ടവരെ, 5ാമത്തെ നിരീക്ഷണം ആരാണെന്നറിയുമോ? നമ്മൾ വസിക്കുന്ന ഭൂമിയാണ്. നമ്മൾ വസിക്കുന്ന ഭൂമി നമ്മുടെ നിരീക്ഷകനാണ്. ഇത് എന്റെ നിരീക്ഷണമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹാഫിദൂ തഹഫദൂ മിനൽ അർളി ഫഇന്നഹാ ഉമ്മുകും. തഹഫദൂ മിനൽ അർളി, ജനങ്ങളെ, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹാ ഉമ്മുകും, ഭൂമി നിങ്ങളുടെ മാതാവാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ മാതാവ് ഭൂമിയാണ്. ഭൂമി പശുമാതാവാണെന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഭൂമി എങ്ങനെയാണ് മാതാവാകുന്നത്? ഒരു മാതാവ് നിർവഹിക്കുന്ന ധർമ്മമെല്ലാം ഭൂമി നിർവഹിക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? ഖുർആനത് എത്ര ഭംഗിയായിട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. ആകാശമണ്ഡലത്തിൽ നിന്ന് വായുമണ്ഡലത്തിൽ നിന്ന് വെള്ളം ഞാൻ ഇങ്ങനെ കുത്തി ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി മാതാവ് അത് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ ഭൂമി ഗർഭം ചുമക്കുന്നു. ഭൂമി പ്രിയപ്പെട്ടവരെ പ്രസവിക്കുന്നു. ഈ ലോകത്ത് മനുഷ്യനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കമ്പനികളില്ല, ഫാക്ടറികളില്ല. ഈ ധർമ്മം അല്ലാഹു ഏൽപ്പിച്ചത് മനുഷ്യനെ തന്നെയാണ്. മനുഷ്യനാണും പെണ്ണും ഇണചേർന്നുകൊണ്ടാണ് ലോകത്ത് മനുഷ്യ മക്കൾ ഉണ്ടാകുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാണുന്ന മാവ് ഭൂമിയുടെ പ്രത്യുൽപാദന ശേഷിയിൽ നിന്നുണ്ടായതാണ്. ഈ കാണുന്ന ചെടികളും ലോകത്തുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ ഇതെല്ലാം ഭൂമി മാതാവിന്റെ പ്രസവത്തിലൂടെ കാണുന്ന കാഴ്ചയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒലിവുണ്ട്, ഈത്തപ്പനയുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, മുന്തിരിയുണ്ട്, അങ്ങനെ ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളുണ്ട്, പുല്ലുകളുണ്ട്, പുഷ്പങ്ങളുണ്ട്, ധാന്യങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്ത ആഹാരങ്ങൾ അല്ലാഹു തആല ഈ ലോകത്ത് സംവിധാനിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമി മാതാവ് നമുക്ക് നൽകുന്ന ഇവിടെയല്ല നമ്മുടെ വിഷയം. റസൂലുള്ള പറഞ്ഞു, എന്തിനാണ് നിങ്ങളുടെ ഭൂമിയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞെന്നറിയോ? മാമിൻ ആമിലിൻ അലൽ അർളി ഇല്ലാ വഹിയ മുഖ്ബിറത്തുൻ യൗമൽ ഖിയാമ. ഭൂമിയെ സൂക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം, ഭൂമിയുടെ മുകളിൽ വെച്ച് നിങ്ങൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഭൂമി അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് വാചാലമായി വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഒരു മജ്‌ലിസിൽ വന്നിരുന്നിട്ട് സ്വലാത്ത് ചൊല്ലാതെ പോകരുതെന്ന് പറയാനുള്ള കാരണം.
കാരണം നിങ്ങൾ ഇരിക്കുന്ന ഭൂമി, നിങ്ങളുടെ കാല് തട്ടിയ ഇടമുണ്ടല്ലോ, നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സദസ്സിൽ ഇരുന്നാൽ ദിക്ർ ചൊല്ലാതെയും സ്വലാത്ത് ചൊല്ലാതെയും അവിടുന്ന് എണീറ്റ് പോകാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് സുജൂദ് ചെയ്താൽ അടുത്ത നിസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി ഒരൽപ്പം മാറി നിൽക്കൽ സുന്നത്താണ്. കാരണം ഭൂമി കൂടുതലായി നിങ്ങൾക്ക് സാക്ഷിയായി വർത്തിക്കട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. ഓരോ നിസ്കാരത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നിന്നാൽ ഒരു കഥകളി തന്നെ ആയിരിക്കും പള്ളിയിൽ ഉണ്ടാവുക. അത് ബുദ്ധിമുട്ടാണ്. അത് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിശുദ്ധമായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു, നിസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്നും മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അന്യവാക്കുകൊണ്ട് അവൻ നിസ്കാരത്തിൻ്റെതല്ലാത്ത മറ്റേതെങ്കിലും വാക്കുകൾ പറഞ്ഞുകൊണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അവൻ അതിന്റെ ഇടയിൽ ഒരു ഇടവേള ഉണ്ടാക്കുന്നത് നല്ലതാണ്. അവ നമ്മുടെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ മാറുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ ഇടയിലൊക്കെ ഒരു സ്വലാത്ത് പിറ്റാക്കും. കാരണം നിസ്കാരത്തിന്റെ പെട്ടതല്ലാത്ത ഒരു കാര്യം ചെയ്ത് ആ നിസ്കാരത്തെ വേർതിരിക്കും. അടിസ്ഥാന സുന്നത്ത് അങ്ങനെയാണ്. പള്ളിയിൽ കയറുമ്പോഴൊക്കെ ഇത്തിക്കാഫ് തഹയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. പക്ഷേ എപ്പോഴും നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നൊരാൾ 4 പ്രാവശ്യം പറഞ്ഞാൽ തഹയ്യത്ത് നിസ്കാരത്തിന്റെ അടിസ്ഥാന കൂലിയുണ്ടെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരാൾ ഇങ്ങനെ യാത്രയിൽ പോവുകയാണ്, അപ്പൊ അയാള് ടാബ് വെച്ചിട്ട് ഖുർആൻ ഓതുകയാണ്, മൊബൈൽ വെച്ചിട്ട് ഖുർആൻ ഓതുകയാണ്. ആ സമയത്ത് തിലാവത്തിന്റെ സുജൂദ് വന്നു, സുജൂദ് ചെയ്യാൻ പറ്റൂല. അതിനെ പറ്റിയ സാഹചര്യമല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 4 പ്രാവശ്യം ചൊല്ലിയാൽ അതിന് സുജൂദിന്റെ കൂലി കിട്ടും, അടിസ്ഥാന കൂലി കിട്ടും. വരുന്നുണ്ട്. എല്ലാ ആളുകളും കാര്യമായി സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കൊടുക്കുന്നത് മാത്രമേ നമുക്കുള്ളൂ, കൊടുക്കാത്തതൊന്നും നമുക്കില്ല. അതുകൊണ്ട് നല്ലപോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുക. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ആയിഷ, ഞാൻ അറുത്തിട്ട ഈ ആടിന്റെ മാംസം അയൽവാസികൾക്കൊക്കെ കൊടുക്കണം. റസൂലുള്ളാഹി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ആടെന്തായി? ആട് കൊടുത്തു. നമുക്കെന്താ ബാക്കിയുള്ളത്? നമുക്ക് 2 കൈയും 2 കാലും മാത്രം ബാക്കി. അപ്പൊ റസൂൽ പറഞ്ഞു, ഇല്ല, കയ്യും കാലും മാത്രം നമുക്കില്ല, ബാക്കിയുള്ളതൊക്കെ നമുക്കുണ്ട്. അല്ല നബിയെ, എല്ലാം കൊടുത്തു തീർന്നു, ഇനി കയ്യും കാലും മാത്രമേ ബാക്കിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നമ്മൾ കൊടുത്തത് മാത്രമേ നമുക്കുള്ളൂ, കൊടുക്കാത്തത് തിന്നാനുള്ളതാണ്. നമ്മൾ കൊടുക്കാത്തത് തിന്നാനുള്ളതാണ്, അതിന് കൂലിയുണ്ടോ? ഇല്ല. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തത് മാത്രമേ ആഖിറത്തിൽ നമുക്കുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെപ്പോ സംഭാവന ചെയ്താലും 1 രൂപയെങ്കിലും കൂട്ടിയിടാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് ആഖിറത്തിൽ നമുക്കുള്ള ബെനിഫിറ്റാണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഭൂമിയെ നല്ലപോലെ സൂക്ഷിക്കണം. നമ്മൾ പാകിസ്ഥാനിൽ സിയാറത്ത് പോയി, അല്ലെങ്കിൽ മിസ്രിൽ സിയാറത്തിന് പോയി, ജോർദാനിൽ പോയി, പ്രിയപ്പെട്ടവരെ ഫലസ്തീനിൽ സിയാറത്തിന് പോയി. നമ്മളേതൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, നിങ്ങൾ നടന്നു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം ദിക്ർ ചൊല്ലിയാണ് നടന്നു പോകുന്നതെങ്കിൽ, സ്വലാത്ത് ചൊല്ലിയാണ് നടന്നു പോകുന്നതെങ്കിൽ, ഈ ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും നിങ്ങൾക്ക് സാക്ഷിയാണ്. ഈ ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് നമ്മൾ നല്ല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകണം. യാത്ര പോകുന്നത് പ്രിയപ്പെട്ടവരെ നല്ലതാണ്. ലോകത്തൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, യാത്രയിലൂടെ ഒരുപാട് പാഠങ്ങൾ ഒരു മുസ്ലിമിന് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയല്ല. നാം എവിടെയൊക്കെ കാലുകുത്തുന്നു അവിടെയെല്ലാം നല്ലത് പറഞ്ഞിട്ടാണ് ആ ഭൂമിയിൽ നിന്ന് നമ്മൾ മറ്റുള്ളയിടത്തേക്ക് ചലിക്കുന്നതെങ്കിൽ അവിടെയെല്ലാം നമുക്ക് സാക്ഷിയാണ്, അനുകൂലമായ സാക്ഷി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാമിൻ ആമിലിൻ അലൽ അർളി ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖ്ബിറത്തുൻ യൗമൽ ഖിയാമ. ഭൂമി ലോകത്ത് ഏതോ ഒരു മനുഷ്യൻ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതേ ഭൂമി അള്ളാഹുവിന്റെ മുമ്പിൽ വാചാലമായി പറയുന്നു. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന് വേണ്ടി മന്ദം മന്ദം ഒരാൾ അയൽവാസിയുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കമന്റ് അടിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ അവൻ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ നടത്തം അവനെതിരായ സാക്ഷിയാണ്. മദ്യഷാപ്പിൽ വേണ്ടി ഹൈവേയുടെ ഓരങ്ങളിൽ വിദേശ മദ്യങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ കാല് വെക്കുന്ന ഭൂമിയുണ്ടല്ലോ, നിനക്കെതിരെ പടച്ചവന്റെ കോടതിയിൽ സാക്ഷിയാണ്. ഓ ഇശാഉ മഗ്രിബിന്റെ ഇടയിൽ TV കണ്ട് ഖുർആൻ ഓതാതെ നിസ്കാരം ഖളാക്കിയിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ കാലുവെക്കുന്ന, നിങ്ങളുടെ സ്ഥലം വെക്കുന്ന ആ ഭൂമിയുണ്ടല്ലോ, അതേ പിശാചിന്റെ പാതയിൽ പൈശാചിക ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സ്ഥലം നമുക്കെതിരെ സാക്ഷിയാണ്. ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഹഫളൂ മിനൽ അർളി, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ, ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണ്. അതേ ചില ആളുകൾക്കുള്ള ദുസ്വഭാവമാണ് മറ്റുള്ളവന്റെ അതിര് പങ്കിട്ട്. പ്രിയപ്പെട്ടവരെ, അവന്റെ ഒഴിവ് സമയത്തെ കണക്കിലെടുത്ത്, അല്ലെങ്കിൽ അവന്റെ അഭാവത്തെ മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ടവരെ മതിൽ തിണ്ണ ഇങ്ങനെ മാറ്റി 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 അവന്റെ വസ്തു ഇങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുപോകുന്ന പ്രവർത്തനം സുബ്ഹാനല്ലാഹ് വെച്ചുപോയി. പിന്നെ സംസാരിക്കുന്നവന്റെ കൈകളാണ്, അതിന് യസ് മൂളുന്നത് കാലുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയേറെ വികസിച്ച ഈ കാലഘട്ടത്തിൽ കൈയിന്റെ സംസാരവും കാലിന്റെ സംസാരവും ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കേവലം ഇതാ മൊബൈൽ ഫോണുകൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം പടച്ചവന്റെ കോടതിയിൽ സംഭവിക്കാനുള്ളതാണ്. മനുഷ്യന്റെ അവയവങ്ങൾ സംസാരിക്കുന്നു, കൈകൾ സംസാരിക്കുന്നു, അവന്റെ വായക്ക് സീല് വെക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് കാലുകൾ സാക്ഷി നിൽക്കുമെന്ന് അഷ്റഫുൽ പരിശുദ്ധമായ ഖുർആൻ യാസീൻ സൂറത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് നടത്തുന്ന, ഈ ഭൂമി ലോകത്ത് വെച്ചിട്ടുള്ള നിരീക്ഷകരാണിതെല്ലാം. അതുകൊണ്ട് നാം ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ, ചെയ്ത ഒരു പ്രവർത്തനത്തെ നിരാകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു തആല ഒരിക്കലും തന്നെ അക്രമം ചെയ്യാത്തവനാണ്, അനീതി കാണിക്കാത്തവനാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യൻ ചെയ്തതായ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അവനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു തആല അവന് കർമ്മ പുസ്തകം വെച്ചിരിക്കുകയാണ്. നന്മയും തിന്മയും എഴുതാൻ വേണ്ടി ഒരു പുസ്തകം തന്നെ അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നു. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും. അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ
കിടക്കുമ്പോൾ വീർപ്പ് മുട്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കിയപ്പോൾ രോഗം സന്ദർശിക്കാൻ വന്ന ആള് അവിടെ ഓതിക്കൊടുത്തു, വായയിൽ നിന്ന് ഉരുവിടുന്ന കേവല ശബ്ദം പോലും നാളെ നിങ്ങളുടെ പുസ്തകത്തിൽ കാണേണ്ടി വരുമെന്ന്. അതിന് ശേഷം മഹാനവറുകൾ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ആഹ് എന്ന് പറയാൻ പോലും മടിച്ചുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നല്ലതു മാത്രം പറയുക. വേറെ ഒരാളോട് ക്ഷമ ചോദിക്കേണ്ടതായി വരുന്ന ഒരു വാക്ക് നമ്മൾ പറയാതിരിക്കുക. വാക്കുകൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുക, ഇത് പറയുന്നതിൽ ഖൈറുണ്ടോ ഇല്ലേ. ചില ആളുകളൊക്കെ ഹജ്ജിന് പോകുമ്പോ പൊരുത്തം ചോദിക്കാൻ വരും, വാക്കിലോ പ്രവൃത്തിയിലൊക്കെ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കണോ എന്ന് പറഞ്ഞു. ചിലപ്പോ നമുക്ക് അവരോടൊക്കെ പറയാൻ തോന്നും, ഹജ്ജിന് ഇറങ്ങണ ആ സമയത്ത് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയലായിരിക്കും നല്ലത്. കാരണം അത്രയും പേരുള്ളത് കീപ്പ് ചെയ്യാലോ. നമ്മൾ ആലോചിക്കണം, വേറെ ഒരാളോട് ക്ഷമ ചോദിക്കേണ്ടി വരുന്ന വാക്കും പ്രവൃത്തിയും ഇല്ലാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ നമുക്ക് വന്നുപോയാൽ അത് പൊറുക്കാൻ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ മതി. പക്ഷേ മനുഷ്യനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നമ്മൾ വന്നുപോയാൽ ആ മനുഷ്യൻ നമുക്ക് പൊരുത്തപ്പെട്ടു തരുന്നത് വരെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ആ പാപം പൊറുക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവന് ഇങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, അവനെ കുറ്റം പറഞ്ഞതോ നമീമത്ത് പറഞ്ഞതോ കളിയാക്കിയതോ ആയ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ഇവന്റെ ഇബാദത്തെടുത്തുകൊണ്ട് അവന് കൊടുക്കുകയും ഇവന് ഇബാദത്ത് കൊടുക്കാനില്ലാതെ വരുമ്പോൾ അവന്റെ പാപ ഭാരമെടുത്ത് ഇവനിൽ ചാർത്തുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, നിരീക്ഷകനായി ഭൂമിക്ക് പുറമെ അല്ലാഹു ഏർപ്പെടുത്തിയത് അവന്റെ അവയവങ്ങളെ തന്നെയാണ്. കൈമാത്രമല്ല സംസാരിക്കുന്നത്. ഖുർആൻ അതൊരിടത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷേ അവന്റെ എല്ലാ അവയവങ്ങളും വാചാലമായി സംസാരിക്കും. ഇത് നിരാകരിക്കാൻ കഴിയില്ല. ഏഴാമത്തെ ഒരു നിരീക്ഷകനുണ്ട് സഹോദരങ്ങളെ. അതാരാണെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. ഒരു ദിവസം ഒരു മനുഷ്യനെ 7 പ്രാവശ്യം എനിക്ക് മരിക്കാൻ, എനിക്ക് പിടിക്കാൻ, ആത്മാവ് പിടിക്കാൻ സമയമായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അതാ ഒരു മനുഷ്യനെ കൊള്ള 7 പ്രാവശ്യം മലക്കുൽ മൗത്ത് അസ്റായീൽ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, 7 പ്രാവശ്യം അസ്റായീൽ ഇങ്ങനെ നോക്കുവത്രേ. നമ്മളെ കസ്റ്റമറായിരിക്കുന്നത് സമയായോ എന്നിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിനെ ഏൽപ്പിച്ച മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പടച്ചവനെ, ഒരു ദിവസം 7 പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിക്കും, എനിക്ക് മനുഷ്യനുമേൽ ആക്രോശം നടത്താനുള്ള സമയമായോ എന്ന് അള്ളാഹുവിനോട് പാതിരാ സമയത്ത് കടൽ ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മികാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തെ കത്തിച്ചത് കണ്ടതിന് ശേഷം പിന്നീട് ചിരിച്ചിട്ടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളം കയ്യിലേന്തിയതിന് ശേഷം സുബ്ഹാനല്ലാഹ് കണ്ണിന്റെ ഓമ വെട്ടിയിട്ടില്ല. കാരണം ഞാൻ കണ്ണിന് ഓമ വെട്ടുന്ന സമയത്താണ് അല്ലാഹു തആല അസ്റായീലെ നീ സൂറന്ന കാലത്തിൽ ഊതണമെന്ന് പറയുന്നതെങ്കിൽ ഞാൻ കേൾക്കാതെ പോകുമോ എന്ന് ഭയന്നിട്ട് പിന്നീട് സൂറന്ന കാലം കയ്യിലേന്തിയതിന് ശേഷം പ്രിയപ്പെട്ടവരെ കണ്ണ് ചിമ്മിയിട്ടില്ല. എന്താണ് കാര്യം? അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുക. ഇതാണ് മലക്കുകളുടെ പ്രവർത്തനം. അവർക്ക് മറ്റു കാര്യങ്ങളില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി ഏഴാമത്തെ നിരീക്ഷകനായി ഏൽപ്പിച്ചിട്ടുള്ളത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അസ്റായീൽ വന്നാൽ പിന്നെ കാത്തു നിൽക്കുകയില്ല. ആ അസ്റായീൽ കാത്തു നിൽക്കേണ്ടി വന്ന ചില വ്യക്തിത്വങ്ങൾ ചരിത്രത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം വിസ്മരിക്കുന്നില്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിൽ അസ്റായീൽ വന്ന കഥ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തു. ആദം നബിന്റെ അരികിൽ 950 വയസ്സായപ്പോ അസ്റായീൽ വന്നപ്പോ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ അസ്റായീലാണ്. നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ആത്മാവ് കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് 1000 കൊല്ലം വയസ്സുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എവിടുത്തെ കണക്കുമായിട്ട് ഞങ്ങൾ വന്നത് അസ്റായീലിനോട്. അപ്പൊ അസ്റായീൽ ആദം നബിയോട് ചോദിച്ചു, അല്ല നബിയെ, നിങ്ങളുടെ മുതുകിൽ നിന്ന് ലോകത്ത് കടന്നു വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരെയും തന്മാത്രകളായി നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയപ്പോ അതിൽ നല്ല പോലെ പ്രഭ കൊണ്ട് വിളങ്ങുന്ന ഒരു ആത്മാവിനെ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചു, അത് ആരുടെ ആത്മാവാണ്? അപ്പോൾ മറുപടി ഉണ്ടായി, അത് നിങ്ങളുടെ പൗത്രൻ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ആത്മാവാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, ആ ദാവൂദിന് എത്ര വയസ്സുണ്ട്? മറുപടി ഉണ്ടായി, 60 വയസ്സുണ്ട്, അല്ലെങ്കിൽ 50 വയസ്സുണ്ട്. 2 റിവായത്തും കാണാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, എന്റെ 1000 വയസ്സിൽ നിന്ന് ഒരു 50 വയസ്സെന്നാൽ എന്റെ പൗത്രൻ അടാ ദാവൂദിനിരിക്കട്ടെ. അതിവിടെ തീർന്നിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ വന്നത്. ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ എന്റെ ഒരു ആയുസ് വേറൊരാൾക്ക് കൊടുക്കാനോ, ഞാൻ അങ്ങനെ ഒരു സംഭവം തന്നെ ഓർക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാം മറന്നുപോയി. മനുഷ്യനല്ലെങ്കിലും മറവിയുടെ കൂടെ പിറവിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇൻസാൻ എന്ന പദം നിഷ്പന്നമായത് നിസ്യാൻ എന്ന മറവി എന്നർത്ഥം വരുന്നതിൽ നിന്നാണെന്ന് പദോൽപത്തി ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക, അതുപോലെ കൈകാര്യം ചെയ്യാൻ മാത്രം ആർജവവും ആത്മീയതയുമുള്ള നല്ല മഹാമനീഷികൾ നമുക്ക് മുമ്പിൽ കടന്നുപോയി. അവർക്ക് മരണം പ്രശ്നമല്ല, അവർക്ക് അസ്റായീൽ പ്രശ്നമല്ല. റൂഹുൽ ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം കാണാം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് പേറി നടക്കുന്ന ഒരു സേവകനുണ്ടായിരുന്നു, പാദസേവകൻ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാര് ഒരു സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആത്മീയ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യാണ്. നമ്മളിൽ ആരാണ് ആദ്യം മരിക്കലേ? നമ്മൾ എത്ര പേര് സ്വർഗത്തിൽ പോവല്ലേ? നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ ആത്മീയ ലോകത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അബൂ യസീദുൽ ബിസ്താമിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, അവിടുത്തെ ബാഗ് പിടിക്കുന്ന, ചെരുപ്പ് പിടിക്കുന്ന സേവകൻ പറഞ്ഞു, എനിക്ക് ഖബർ ജീവിതത്തെ കുറിച്ചോ മഹ്ശറെ കുറിച്ചോ ഒരു പേടിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യണില്ല. അബൂ യസീദുൽ ബിസ്താമിയുടെ സേവകനായിട്ട് നടക്കുന്ന ആള് ഞാൻ. എന്നോട് മുൻകർ നക്കീർ മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക എന്ന് ചോദിക്കാൻ വന്നാല് ഞാൻ ചോദിക്കും, ഞാൻ തിരിച്ചു ചോദിക്കും, ഞങ്ങൾ ഇത്ര കാലം അബൂ യസീദുൽ ബിസ്താമിന്റെ കൂടെ നടന്നിട്ട് മാന്യമായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് മോമിനായി മരിച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ റബ്ബാരാണ്, നബിയാരാണ്, കിബിലേതാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കളിയാക്കാൻ വന്നതാണോ എന്ന് ചോദിച്ച് ഞാൻ മുൻകർ നക്കീറിനെ ആട്ടിവിടും, ആട്ടി ഓടിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ മരിക്കുന്ന സമയത്ത് ഹയാത്തിലുള്ള ആൾക്കാര് ഖബറും പുറത്തു നിന്നിട്ട് എന്റെ മരണത്തിന് ശേഷമുള്ള അവസ്ഥയെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വസിയത്ത് ചെയ്ത ആ അബൂ യസീദുൽ ബിസ്താമിയുടെ ശിഷ്യൻ മരണപ്പെട്ടു പോയതിന് ശേഷം ഖബറും പുറത്തു നിന്ന് പ്രിയപ്പെട്ടവരെ മുൻകർ നക്കീറിന്റെ ചോദ്യവും അതിനുള്ള മറുപടിയും കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞു എന്ന് റൂഹുൽ ബയാനിൽ ഇസ്മാഈലുൽ ഹഖി അൽ ബറൂസവി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇവരാൺകുട്ടികളാണ്, അവരാൺകുട്ടികളാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇതുപോലെ പ്രതികരിക്കാനുള്ള മനക്കരുത്തുണ്ടായിരുന്നു, ആത്മീയതയുണ്ടായിരുന്നു. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? സുബ്ഹാനല്ലാഹ്,
ലോകത്ത് എല്ലാത്തിനും ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും പരിഹാരം പറഞ്ഞ് കൊടുത്തു ജീവിച്ച മഹാൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഈ പറഞ്ഞ ശിഷ്യൻ അവിടത്തേക്ക് കുറെ ആളുകൾ വന്നിട്ട് പ്രശ്ന പരിഹാരങ്ങൾ ചോദിച്ചു. ഒരാള് പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, പരിഹാരം വേണം. അബൂ യസീദുൽ ബിസ്താമി പറഞ്ഞു, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളൂ. വേറെ ഒരാള് പറഞ്ഞു, എനിക്ക് വല്ലാത്ത കടമാണ്, അതുകൊണ്ട് എന്റെ കടം വീടാനൊന്ന് ദുആ ചെയ്യണേ. മഹാനവറുകൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. വേറെ ഒരാള് പറഞ്ഞു, ഞങ്ങൾക്ക് മഴയില്ല, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അബൂ യസീദുൽ ബിസ്താമി പറഞ്ഞു, എല്ലാവരും മൈതാനിൽ ഒരുമിച്ച് കൂടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെരുപ്പും പേറി നടക്കുന്ന സേവകൻ അബൂ യസീദുൽ ബിസ്താമിയോട് ചോദിച്ചു, അല്ല ഉസ്താദേ, ആര് പ്രശ്നം പറഞ്ഞു വന്നാലും നിങ്ങൾക്കുള്ള മറുപടി ഒന്നാണല്ലോ. ഒരാള് കുട്ടികളില്ല എന്ന് പറഞ്ഞു വന്നു, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. ഒരാള് വന്നിട്ട് കടം കൊണ്ട് വിഷമം പറഞ്ഞപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. നാട്ടില് വരൾച്ച അനുഭവപ്പെട്ടിട്ട് വെള്ളമില്ലാതെ വിഷമിക്കുമ്പോഴും നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ പറയുന്നു. എന്നാൽ എനിക്ക് മറ്റൊരു പരാതി പറയാനുണ്ട്. വേറെ ഒരാള് വന്നിട്ട് പറയാണ്, ഞാൻ വലിയ പാപിയാണ്, എന്റെ പാപങ്ങൾ പൊറുക്കാൻ എനിക്ക് തൗബ പറഞ്ഞു തരണേ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ പഴയ കാലത്തൊക്കെ കേട്ടോ, ഇപ്പോഴല്ല, പിന്നെ LDF വന്നപ്പോ എല്ലാം ശരിയല്ല. ഞാൻ രാഷ്ട്രീയക്കാരനാന്ന് പറയേണ്ട ഒരു തമാശ പറഞ്ഞതാണ്, ഒന്നും പറയാൻ പറ്റൂല ഇന്നത്തെ കാലത്ത്. അങ്ങനെ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഉസ്താദ്, കുട്ടികളില്ല എന്ന് പറഞ്ഞപ്പോഴും, അതുപോലെ തന്നെ മഴയില്ല എന്ന് പറഞ്ഞപ്പോഴും, സമ്പത്തില്ല എന്ന് പറഞ്ഞപ്പോഴും, ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോഴും എല്ലാവർക്കും മരുന്നൊന്നു തന്നെ. ഇതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മരുന്ന് പോലെ പഴയ കാലത്ത് പനിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ ഭരണിയിൽ കൈയിട്ടിട്ട് 4 ഗുളിക അങ്ങോട്ട് കൊടുക്കും, അതിൽ 4 നേരം കുടിച്ചോളി, നിങ്ങൾ അസുഖം മാറും. ഇനി വേറൊരാൾ തലവേദന എന്ന് പറഞ്ഞു വന്നാലും ഓനോ ഈ ഭരണിയിൽ കൈയിട്ടിട്ട് 4 ഗുളിക കൊടുക്കും. ഇനി വേറൊരാൾ ഊരവേദന എന്ന് പറഞ്ഞു വന്നാലും അവനുള്ള പരിഹാരം ഇത് തന്നെ. എന്നുപോലെ ആര് പ്രശ്നം പറഞ്ഞു തന്നാലും പരിഹാരം അസ്തഗ്ഫിറുല്ലാഹ് മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന് കാര്യം? അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എന്റെ പരിഹാര നിർദ്ദേശമല്ല, ഇത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. فقلت استغفروا ربكم انه كان غفارا. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിങ്ങൾ കൂടുതൽ ചൊല്ലിക്കോളൂ. അല്ലാഹു തആല നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹു നിങ്ങൾക്ക് സുഭിക്ഷമായ മഴ നൽകുന്നതാണ്. വയംദിദുകും ബിഅംവാലിൻ വബനീൻ. സാമ്പത്തികമായ അഭിവൃദ്ധിയും മക്കളില്ലാത്തവർക്ക് മക്കളെയും അല്ലാഹു നൽകുന്നതാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു ചൊല്ലിക്കോളൂ എന്ന് പറയുന്ന ഞാനല്ല, ഈ ലോകം പടച്ച തമ്പുരാന്റെ നിർദ്ദേശമാണെന്ന് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കണം. അതാ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് നശ്വരമാണ്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ജയിലറയാണ്. കാഫിറായ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് സ്വർഗമാണ്. വിശ്വാസിയുടെ 100% അവന്റെ ആവശ്യങ്ങൾ ഇവിടെ പ്രിയപ്പെട്ടവരെ പൂർത്തീകരിക്കപ്പെടുകയില്ല.
പരീക്ഷണങ്ങൾ അവനുണ്ടാകുന്നു, പരീക്ഷണങ്ങൾ അവൻ നേരിടേണ്ടി വരുന്നു. അള്ളാഹു എന്നെ കൈയൊഴിയുകയാണെന്ന് തോന്നിപ്പോകരുത്. പരീക്ഷണങ്ങൾ പല വിധേനയാണ്. ചില ആളുകൾക്ക് അള്ളാഹു പരീക്ഷണം കൊടുക്കുന്നത് സമ്പത്തില്ലാത്ത അവസ്ഥയാണ്. ചില ആളുകൾക്ക് അള്ളാഹു പരീക്ഷണം കൊടുക്കുന്ന സമ്പത്തിലൂടെയാണ്. ചില ആളുകൾക്ക് അള്ളാഹു പരീക്ഷണം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ രോഗത്തിലൂടെയാണ്. ചില ആളുകൾക്ക് പരീക്ഷണം കൊടുക്കുന്നത് ആരോഗ്യത്തിലൂടെയാണ്. നമ്മൾ വിചാരിക്കും അയൽവാസിന്റെ വീട്ടിൽ എന്നും രോഗാണ് അല്ലേ? ഭർത്താവ് കാലം മുറിഞ്ഞിട്ട് കെട്ടഴിച്ചിട്ട് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി അന്ന് തന്നെ ഭാര്യ വീണ് അതാ സ്റ്റിച്ചിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. അത് കഴിഞ്ഞപ്പോ പിന്നെ മക്കള് വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വീടിനെന്തോ കേടുപാട് പറ്റി. എപ്പോഴും അവിടെ പരീക്ഷണമാണ്. നാം വിചാരിക്കരുത് നമ്മുടെ അയൽവാസി പരീക്ഷണത്തിന്റെ നടുകഴത്തിൽ മുങ്ങിത്താഴുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ സുഖലോലുപനായി ജീവിക്കുന്നത് എന്റെ കഴിവാണെന്ന് വിചാരിക്കരുത്. നിന്റെ അയൽവാസിയെ പട്ടിണിക്കിട്ടും വിഷമിപ്പിച്ചും പ്രയാസങ്ങൾ നൽകിയും നിനക്കൊരു അയൽവാസി തന്നിട്ട് നീ എങ്ങനെയാണ് നിന്റെ അയൽവാസിയോടുള്ള നിന്റെ പെരുമാറ്റമെന്ന് അള്ളാഹു സമ്പത്ത് തന്നിട്ട് നിന്നെ പരീക്ഷിക്കുകയാണെന്ന പാഠം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകരുത്. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില ആളുകൾക്ക് അല്ലാഹു തആല കൈ കൊടുത്തില്ല, ചില ആളുകൾക്ക് കാല് കൊടുത്തില്ല, ചില ആളുകൾക്ക് കണ്ണ് കൊടുത്തില്ല, ചില ആളുകൾക്ക് രണ്ട് കണ്ണിനും മന്ദത കൊടുത്തു. നമ്മൾ വിചാരിക്കും കേട്ടോ അവന് കൈയില്ല, അവന് കാലില്ല, അവന് കണ്ണില്ല. അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് കാണിച്ച കാരുണ്യമാണത്. അവന് കൈയുണ്ടായിരുന്നെങ്കിൽ അവൻ മോഷ്ടാവാകുമായിരുന്നു, അവന് കാലുണ്ടായിരുന്നെങ്കിൽ അവൻ ധിക്കാരിയാകുമായിരുന്നു, അവന് സമ്പത്തുണ്ടാകുമായിരുന്നെങ്കിൽ അവന് പല അനാചാരങ്ങളും അക്രമങ്ങളും ചെയ്യുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്തുള്ള അവന്റെ ജീവിതത്തിന്റെ സൗകുമാര്യതയും ആ പാരത്രിക ലോകത്തെ ജീവിതത്തിന്റെ സുഖലോലുപതയും അല്ലാഹു മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ ഇവിടെ പരീക്ഷണങ്ങൾ നൽകി. ആ പരീക്ഷണത്തിന്റെ നടുക്കഴത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോഴുള്ളത്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അവൻ ഇല്ലാതെയാവുക എന്നത് അവൻ ഏറ്റവും വലിയ പരീക്ഷണമാണ്. വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വാഹനമില്ലാതെയായി. നല്ല സമുച്ചയത്തിൽ വലിയ ഒരു സൗധത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യന് ആ വീട് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ രോഗിയായി. ആ സമയത്ത് ആ മനുഷ്യനുണ്ടാകുന്ന വിഷമവും പ്രയാസവും എത്ര വലുതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ നാം വസിക്കുന്ന ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഭൂമിയിൽ നിന്ന് ഇവിടെ നിങ്ങളൊന്നും ഈ നാടിന്റെ അവകാശികളല്ല, മറ്റെവിടേക്കോ പോകണമെന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയിട്ട് ഈ രാജ്യത്തെ പിടിച്ചു നിർത്തിയ മുസ്ലിംകളുടെ അനുയായികൾ, മുസ്ലിംകളുടെ അനന്തരാവകാശികൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ല എന്ന് പറയുന്ന ഭീഷണി ഇവിടത്തെ അധികാരവർഗങ്ങളിൽ നിന്ന് നേരിടുമ്പോൾ ഇതിനേക്കാൾ വലിയ പരീക്ഷണം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുള്ളത്? അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമുക്ക് അല്ലാഹുവിനോട് മാത്രമേ പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് സംരക്ഷണം കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അല്ലാഹുവിന് പട്ടാളക്കാരെയോ സൈന്യങ്ങളെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റേതെങ്കിലും ഭൗതികമായ സഹായങ്ങളോ വേണ്ട ആവശ്യമില്ല. ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحومي. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ തലക്ക് 100 ഒട്ടകം പ്രഖ്യാപിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുറൈശികൾ റസൂലുള്ളാഹിനെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി മലയിലേക്ക് കയറി വന്നപ്പോ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് അതാ സംരക്ഷണം കൊടുത്തത് കേവലം ഒരു ചെലന്തി വല കൊണ്ടാണെന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ ബുർഖുദ്ദായിലൂടെ വിവരിക്കുകയാണ്. ആ
ഗുഹന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോയപ്പോ കൂടെയുള്ളവൻ പറഞ്ഞു, എന്തൊരു തമാശയാണിത്, കണ്ടില്ലേ പഴകിയ ചിലന്തി വല. ഈ ചിലന്തി വല ഇവിടെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ മുഹമ്മദ് അതിന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് വിശ്വസിക്കണോ? ഒരു പ്രാവ്, മുട്ടയിട്ട ഒരു പ്രാവ് ഇവിടെ നിന്ന് അങ്ങ് പാറിപ്പോകുമ്പോൾ മനുഷ്യനുള്ള ഇടത്ത് ഒരു പ്രാവ് അടയിട്ടിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണോ? വേണ്ട. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ മുഹമ്മദ് ഇല്ല, നമ്മൾ അങ്ങോട്ട് കേറണ്ട. അല്ലാഹു തആല അവർക്ക് നൽകിയ സംരക്ഷണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേവലം ഒരു ചിലന്തി വല കൊണ്ടാണ്. അല്ലാഹുവിന്റെ പരീക്ഷണം വരുമ്പോൾ നമ്മൾ മോശക്കാരാണെന്ന് വിചാരിക്കരുത്. അല്ലാഹു തആല പരീക്ഷണം നൽകുന്നത് അവൻ നമ്മളെ പരിഗണിച്ചു എന്നതിന്റെ അടയാളമാണ്. എന്തിനാ പരീക്ഷണം? അല്ലാഹു എന്തിനാ പരീക്ഷണം നൽകുന്നത്? നമ്മൾ നന്നാകാൻ. അല്ലെങ്കിൽ നമ്മൾ സുഖലോലുപരായി ജീവിച്ചു പോകൂലേ? അങ്ങനെ ജീവിച്ചു പോയാൽ നമുക്ക് സ്വർഗം കിട്ടൂല. അതിന് അല്ലാഹു തആല പരീക്ഷണങ്ങൾ തന്ന് കൂടുതൽ ദിക്റ് ചൊല്ലി, കൂടുതൽ സ്വലാത്ത് ചൊല്ലി. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ കാര്യങ്ങളാണ്. നാളെ പടച്ചോന്റെ മുമ്പിൽ പോകണമെന്ന് പറഞ്ഞപ്പോ പോലും നമുക്ക് ഇത്ര പേടിയുണ്ടായില്ല. ഇന്ത്യ രാജ്യം വിട്ടുപോകണമെന്ന് പറഞ്ഞപ്പോ നിസ്കാരവും നോമ്പും സലാത്തും ദിക്റും അല്ലാഹു എന്തെല്ലാം കാര്യങ്ങളായിരുന്നു. ഇതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുന്നത്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിൽ അതിജയിക്കാൻ നമുക്ക് കഴിയണം. ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റുവാങ്ങിയത് ആരാണ്? പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ പിതാവിനെ കാണാനില്ല, പാപ്പ മരണപ്പെട്ടു പോയി. ജനിച്ചു വീണ് 6 വർഷം കഴിഞ്ഞപ്പോൾ മാതാവ് ആമിന ബീബി റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടു. പിന്നെ ആരൊക്കെ അവിടുത്തെ മാതൃത്വവും പിതൃത്വവും ഏറ്റെടുത്തോ അവരെല്ലാം ഓരോന്നായി മരണപ്പെട്ടു. ഖുറൈശികൾ പറഞ്ഞു, ആരും മുഹമ്മദിനെ ഏറ്റെടുക്കാൻ പോകണ്ട, അപ്പം മരിച്ചു. ഈ പറയുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ച ഒരു കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ സാമ്രാജ്യങ്ങളെ കീഴടക്കുന്ന വിധത്തിൽ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ആരെ എതിർത്താലും ശരി, ആഗോളതലത്തിൽ ഇസ്ലാമിന്റെ പതാക പാറിപ്പറിക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ച ലോകത്ത് അല്ലാഹു പറഞ്ഞു വിട്ട അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഇസ്ലാമിന്റെ ആ ഒരു സന്ദേശം എത്താത്തത്? ലോകത്തിന്റെ എല്ലാ മുഖമൂലകളിലും ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അതാ പിണ്ടം വെക്കണമെന്ന് ഉദ്ദേശിക്കുന്ന, പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ചില ആളുകൾ, അവര് പ്രിയപ്പെട്ടവരെ ഒരിക്കലും തന്നെ 4 ആളുകളെ കൊന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള മുസ്ലിങ്ങളെ നശിപ്പിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് ഇസ്ലാം ഇല്ലാതെയായി പോകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയല്ല. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു വന്നതാണ്. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ അതിലെല്ലാം കൃത്യമായ ബോധത്തോടുകൂടെ തന്നെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ വ്യക്തി വിചാരണ നടത്തുകയാണ്. അവനോട് ചോദിച്ചു, ഞാൻ നിന്റെ മുമ്പിൽ രോഗിയായി വന്നപ്പോൾ നീ എനിക്ക് സഹായം നൽകിയില്ല, എന്തുകൊണ്ട്? ആ അടിമ അല്ലാഹുവിനോട് ചോദിക്കും, പടച്ചവനെ, നീ എന്നെ പരിഹസിക്കുകയാണോ? നീ രോഗിയായിട്ട് എന്റെ മുമ്പിൽ വരാനോ, എന്നിട്ട് ഞാൻ നിന്നെ പതാട്ടി വിടാനോ? എന്താണ് ഈ ചോദിക്കുന്നത്? അല്ലാഹു രണ്ടാമത്തെ ചോദ്യം ഉന്നയിച്ചു, ഞാൻ ദാഹിച്ചവശനായി നിന്റെ മുമ്പിൽ വന്നപ്പോൾ നീ എന്റെ ദാഹം അകറ്റിയില്ല. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, പടച്ചവനെ, നീ പരിഹസിക്കുകയാണ് എന്നെ. നീ എന്റെ അരികിലേക്ക് വന്നെന്നോ, നിനക്ക് ദാഹിച്ചു വന്നോ, നിനക്ക് വിശപ്പുണ്ടായെന്നോ? എന്താണ് ഞാൻ കേൾക്കുന്നത്? അല്ലാഹു തആല പിന്നെയും പറയുന്നു, വിശപ്പുള്ള അവസ്ഥയിൽ നിന്നെ സമീപിച്ചു, അപ്പോഴും നിനക്ക് എന്നോട് ദയവും ദാക്ഷിണ്യവും ഉണ്ടായില്ല.
എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അള്ളാഹുവിനോട് മറുപടി പറയുന്ന അടിമയോട് അള്ളാഹുവിന്റെ വിശദീകരണമാണ്. എന്റെ അടിമ എന്റെ പ്രതിനിധിയാണ്. അവന് രോഗം കൊടുത്തു, പരീക്ഷിച്ചു. നീ എന്ത് ചെയ്യുന്നുവെന്ന് ഞാൻ നോക്കി, പക്ഷേ നിന്റെ കണ്ണു തുറന്നില്ല. എന്റെ അടിമയുടെ വീട്ടിൽ ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത, അവന് അന്തി ഉറങ്ങാൻ പറ്റാത്ത പല ദിവസങ്ങളും കഴിച്ചു കൂട്ടി. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാനോ അവന്റെ കണ്ണീരൊപ്പാനോ നിനക്ക് കഴിഞ്ഞില്ല. ഇതുകൊണ്ടാണ് അവൻ എന്റെ പ്രതിനിധിയാണ്. എന്റെ പ്രതിനിധി നിന്റെ അയൽവാസിയായി വിഷമത്തിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുമ്പോ അവന്റെ വിഷമവും പ്രയാസവും കാണാൻ നിനക്ക് മനസ്സുണ്ടായില്ല. ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ രോഗിയായതെന്ന് പറഞ്ഞത്. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരുടെയും കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയണം. ആവുന്നതുകൊണ്ട് സഹായിക്കാൻ നമുക്ക് സന്മനസ്സുണ്ടാകണം. നമ്മളാൽ കഴിയുന്നത് കൊടുത്ത് സഹായിക്കുക. നമ്മളാൽ കഴിയുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ മേഖലയിലും നമ്മൾ സഹായം നൽകുക. കാശ് കൊടുക്കൽ മാത്രമല്ല, കാശ് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവനൊരു യാത്രക്ക് പോവാൻ, അതുകൊണ്ട് കൂടെ ഇരുന്നിട്ട് നമ്മൾ അവന്റെ കൂടെ അവന്റെ സേവനത്തിന് പങ്കാളിയാവുക. ഒരിക്കൽ നബി തങ്ങൾ പറയുകയുണ്ടായി, ഈ മദീനത്തെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ അയൽവാസി വന്ന് വിളിച്ചുകൊണ്ടുപോയി അവന്റെ കാര്യം നേടിക്കൊടുക്കാൻ, അവന്റെ ആവശ്യം നിർവഹിക്കപ്പെടുന്നത് വരെയും എന്റെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമുള്ള കാര്യമാണ് ഒരു മുസൽമാന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവന്റെ സമയം ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് സേവനം ചെയ്യുക ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണ് നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ഖാലുസ് സുറൂരി ഫീ ഖൽബിൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കാൻ കഴിയുക. ഇതാണ് ഏറ്റവും വലിയ ആരാധന. പല വീക്ഷണങ്ങളും ഇതേ വിഷയത്തിൽ തന്നെ നബി തങ്ങൾ പറഞ്ഞു. വന്ന ആൾക്ക് ഏത് തരത്തിലുള്ള ഡോസ കൊടുക്കേണ്ടത് അതുപോലെ കൈകാര്യം ചെയ്യാൻ. ചില ആൾക്കാർ ചോദിക്കും, നബിയെ ഞാൻ ഏത് കാര്യത്തെ കുറിച്ചാണ് സൂക്ഷിക്കേണ്ടത്? അയാൾക്കൊരൽപ്പം നാവ് നീട്ടുള്ള ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് സൂക്ഷിച്ചാൽ മതി, മോൻ രക്ഷപ്പെടും. ഓനോട് അങ്ങനെ പറയണ്ട, അവിടെ മരുന്ന് അതാണ്. ചില ആളുകൾ പറയും, ചില ആളുകൾ ഞാൻ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയും, രോഗിയായി കിടക്കുന്ന നിന്റെ മാതാവിനെ ശുശ്രൂഷിക്കുന്നതാണ് ജിഹാദിനേക്കാൾ നല്ലത്. കാരണം അവിടെ മാതാവിന്റെ ശുശ്രൂഷ അവന് അനിവാര്യമായി. ഇപ്പം വന്നില്ലെങ്കിലും ജിഹാദ് നടക്കാതിരിക്കൂല. ഇവൻ വന്നില്ല എന്ന് വിചാരിച്ച് ബദർ തോൽക്കൂല. ഇവൻ വന്നില്ല എന്ന് വിചാരിച്ച് ഹുദൈബിയയോ അല്ലെങ്കിൽ ഹുനൈനോ നടക്കാതിരിക്കൂല. പക്ഷേ മാതാവിന് ഇവൻ ചെന്നില്ല എങ്കിൽ ആ ഉമ്മാക്ക് വെള്ളം കിട്ടൂല, ആ ഉമ്മാക്ക് ഭക്ഷണം കിട്ടൂല. അങ്ങനെ അനിവാര്യമായ സന്ദർഭങ്ങളിൽ നടത്തേണ്ട ഇടപെടൽ ഫർളായ കാര്യങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരെ അതിന് കൂലി ഉണ്ടാവും. ജമാഅത്തും ഒഴിവാക്കാൻ ഇസ്ലാം നൽകുന്ന ഒരു കാരണമാണ് അയൽവാസി രോഗശയ്യയിൽ കിടക്കുകയാണ്. ആ അയൽവാസിക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട് സമാധാനം കിട്ടുമെങ്കിൽ നീ ജുമുഅക്ക് പോകണ്ട. ഇസ്ലാം പറയുന്ന ഒരു കാര്യം, ജുമുഅക്ക് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി ഇങ്ങനെ വരുമ്പോ വെറുതെ രോഗിയെ കാണാൻ വേണ്ടി കയറിയത്. അവൻ പറഞ്ഞു, നിങ്ങളിന്ന് പോകണ്ട, ഞാനിന്ന് മരിക്കും, എനിക്ക് വല്ലാത്ത വിഷമവും പ്രയാസവും വെപ്രാളമൊക്കെ ഉണ്ട്, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് യാത്രയാവണം എന്ന് പറഞ്ഞ് ആ രോഗി നമ്മളവിടെ പിടിച്ചിരുത്തി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ മനസ്സിലെ സമാധാനം നമ്മുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുമെങ്കിൽ നിന്റെ ജുമുഅയും ജമാഅത്തും കളഞ്ഞ് ആ രോഗിയുടെ സമാധാനത്തിന് വേണ്ടി നീ കൂട്ടാളിയായി ഇരുന്നു കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അഥവാ വേറെ ഒരാളുടെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കുക, സന്തോഷം ഉണ്ടാക്കുക, ഇതിനേക്കാൾ നല്ല ഒരു ആരാധന ഇസ്ലാമിൽ വേറെയില്ല. അതുകൊണ്ടല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലാഖയായ ജിബ്രീലിനെ കണ്ട് പേടിച്ച് ഭയവിഹ്വലനായി സമ്മിലൂനി ഖദീജ,
എനിക്ക് കിടങ്ങുന്നുണ്ട്, പലിക്കുന്നുണ്ട്, എനിക്ക് പുതപ്പിട്ട് മൂടൂ, എന്നെ സമാധാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി വന്നപ്പോ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, നബിയെ നിങ്ങളെ അല്ലാഹു കൈയൊഴിയൂല, ഉറപ്പ്. ഇന്നക ലതസിലുർ റഹ്മ, നിങ്ങൾ കുടുംബ ബന്ധം ചാർത്തുന്നയാളാണ്. വതഹ്മിലുൽ കല്ലാ, നിങ്ങൾ പ്രയാസങ്ങൾ സഹിക്കുന്ന നേതൃത്വമാണ്. വതക്സിബുൽ മഅദൂമ, അശരണർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നയാളാണ്. വതുഖിറുൽ ലൈഫാ, വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകളെ മാന്യമായി സൽക്കരിക്കുന്നയാളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിന്റെ ഏതേതു മേഖലയിലും നിങ്ങളുടെ സ്പർശമുണ്ട് നബിയെ, നിങ്ങളുടെ സഹായമുണ്ട് നബിയെ. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അങ്ങനത്തെ നിങ്ങളെ ഒരുപാട് ആളുകൾക്ക് അത്താണിയായി, ഒരുപാട് ആളുകൾക്ക് സമാധാനിയായി, ഒരുപാട് ആളുകൾക്ക് വരുമാനമായി, ഒരുപാട് ആളുകൾക്ക് സന്തോഷമായി, ഒരുപാട് ആളുകൾക്ക് ജീവനായി നിലനിൽക്കുന്ന നിങ്ങളെ അല്ലാഹു കൈയൊഴിയുകയില്ല നബിയേ എന്ന് പ്രിയപ്പെട്ടവരെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് സ്വഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഹദീസായി സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകി സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും ഒരു ആശ്വാസം പകരാൻ നമുക്ക് കഴിയണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വലൗ ബികലിമത്തിൻ തയ്യിബ, ഒരു നല്ല സമാധാനത്തിന്റെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് പ്രിയപ്പെട്ടവരെ നിനക്ക് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഒരു ആരാധനയാണ്, അത് വലിയ ആരാധനയാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യരെ മനുഷ്യരായി കാണാനും നന്മയ്ക്ക് വേണ്ടി യത്നിക്കാനും പ്രിയപ്പെട്ടവരെ നല്ലതിനു വേണ്ടി നാം കൂട്ടായി പ്രവർത്തിക്കാനും നമുക്കൊക്കെ അവസരമുണ്ടാകണമെന്ന് ഈ സമയത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. അയൽവാസികളോട് കാണിക്കേണ്ട മര്യാദകൾ, അതിന്റെ എല്ലാ മേഖലയൊന്നും വിശദീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും അവസരം പോലെ നമുക്ക് പറയണം. പറഞ്ഞ പാഠങ്ങളെല്ലാം നാം ഓർക്കണം. നമ്മൾ മുസ്ലിങ്ങളാണെന്ന് ചിന്തിക്കണം. നാം സ്വാർത്ഥതയുള്ളവരായി മാറാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് എന്ന ഏറ്റവും വലിയ പ്രയാസം, മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യന് സ്വാർത്ഥത കൂടി വരികയാണ്. എന്റെ കാര്യം, എന്റെ വാഹനം, എന്റെ ജീവിതം, എന്റെ വീട്, എന്റെ വസ്ത്രം, എന്റെ കുടുംബം, എന്റെ മക്കൾ എന്ന ഒരു സങ്കുചിതത്വ മനോഭാവം മനുഷ്യന് പിടികൂടിയപ്പോൾ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം വന്നുപോയി. അത് ഇല്ലാതിരിക്കണം. എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകണം. എല്ലാവരുടെയും സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവരെ വകവെച്ചു കൊടുക്കണം. ഈ പറയുന്നത് നാം നമ്മുടെ മക്കളോടും ഭാര്യയോടും അയൽവാസികളോടും നമ്മുടെ മാതാവിനോടും പിതാവിനോടും അങ്ങനെ വേണ്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം മണ്ഡലങ്ങളുണ്ട് അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ നീതിബോധം നിലനിർത്തി നാം ജീവിക്കണമെന്ന് ഈ സമയത്ത് എന്റെ സ്വന്തം നഫ്സിനോടും അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സുദീർഘമാക്കുന്നില്ല. 11:30 മണിയായി. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ പരിപാടിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടിയുടെ ക്വാളിറ്റി തന്നെ കൃത്യസമയത്ത് തുടങ്ങുകയും കൃത്യസമയത്ത് അവസാനിക്കുകയും
അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഒരല്പം വൈകിയതിന്റെ കാരണം ഞാൻ വരുന്ന സമയത്ത് അവിടെ ആ പാലത്തിന്റെ അരികിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ കാറോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവരൊന്നും അല്ല, ഏതോ ഒരു വാഹനം. ആ വാഹനത്തെ തുടർന്ന് നമുക്കറിയാലോ, ഒരു പാലത്തിലുണ്ടായാൽ പിന്നീട് അവിടുത്തെ സങ്കീർണത, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ ആയിരക്കണക്കിന് വാഹനങ്ങൾ അരമണിക്കൂർ കൊണ്ട് പ്രിയപ്പെട്ടവരെ നിശ്ചലമായി. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇവിടെ അല്പം വൈകി. അല്ലാഹുവിന്റെ ഖദാവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ, അതിൽ നമുക്ക് പരാതിയില്ല. ഏതായിരുന്നാലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും തുടർന്നുള്ള ദിവസങ്ങളിലെ പരിപാടികളിൽ വളരെ സന്തോഷത്തോടുകൂടെ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇസുദ്ദീൻ കാമിൽ സഖാഫിയാണ് നാളത്തെ പ്രഭാഷകൻ. വൈജ്ഞാനിക രംഗത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടത്തി ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ അദ്ദേഹം ഇവിടെ നാളെ പ്രഭാഷണം നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ആ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ എത്തണം. അതുപോലെ സ്വലാത്ത് ഹൽഖയിൽ കഴിഞ്ഞ വർഷവും നമുക്ക് നേതൃത്വം നൽകിയ വന്ദരായ തങ്ങളവറുകൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അൽ ബാഖവി അൽ ഹസനി കായൽപട്ടണം തങ്ങളെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത്. ദുആക്ക് ഇജാബത്തുള്ള മഹാനുഭാവനാണ്. പ്രിയപ്പെട്ടവരെ, തങ്ങന്മാരെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് റസൂലുള്ളാഹിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവരുടെ ദുആക്ക് വലിയ ഇജാബത്തുണ്ട്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവര് നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുമ്പോൾ അല്ലാഹു തആല ആ സങ്കടങ്ങൾ കേട്ട് അതിന് പരിഹാരം നൽകാനുള്ള അവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും നമ്മുടെ മജ്‌ലിസ് ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഒരൽപ്പം സ്വലാത്തു ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. മകന്റെ വിവാഹം നടക്കാനും ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് കിട്ടാനും സംഭാവന, അതുപോലെ നിസാമുദ്ദീൻ 2000 രൂപ സംഭാവന, ദുആ ചെയ്യാൻ വേണ്ടി മറ്റൊരാൾ സംഭാവന. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. അവരുടെ സദഖയെ അല്ലാഹു തആല സ്വീകരിച്ച് ഒരുപാട് മുതലും സമ്പത്തും അല്ലാഹു ഹലാലായ വഴിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാവരും എണീറ്റ് നിന്ന് 11 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. മരണപ്പെട്ട പാപ്പയും ഉമ്മക്ക് വേണ്ടി ദുആർക്കാനും സഹോദരങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. അതുപോലെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി സീനത്ത് എന്ന സഹോദരി സംഭാവന, മരിച്ചുപോയ മനാഫിന് വേണ്ടി ദുആ ചെയ്യാൻ ഭാര്യ ഒരു ചാക്ക് അരി സംഭാവന അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ഭർത്താവിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ഖബറിൽ അല്ലാഹു വെളിച്ചവും വിശാലതയും നൽകുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الله
പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധമാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഞങ്ങൾ നിർവഹിച്ച എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതം മുഴുവനും നീ അംഗീകരിക്കണേ റഹ്മാനെ. ശിഷ്ടം ജീവിതത്തെ നിന്റെ ത്വാഅത്തിലായി ഞങ്ങൾക്ക് നീ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കച്ചവടങ്ങളിലും ജോലിയിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഹലാലായ സമ്പാദ്യം വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമു നാഫിയാക്കി തരണേ റഹ്മാനെ. നാഫിയായ ഇൽമു ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിൽ വന്ന ഒരാളെയും ഖായിബാക്കല്ല റബ്ബേ. ഉമ്മവറ്റ കുഞ്ഞന്റെ ഹൃദയം പോലെ സംസ്കരിക്കപ്പെട്ടവരായി തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഒരുപാട് ബിസിനസ്സുകാർ റബ്ബേ ഈ സദസ്സിലുണ്ട്. അവർക്കൊക്കെയും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ കടങ്ങളെ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി അന്യരുടെ മുമ്പിൽ കൈനീട്ടിയായിരിക്കുന്ന ദുർഗതി ഞങ്ങൾക്കോ മക്കൾക്കോ നീ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇവിടെയുള്ള ഈ പണ്ഡിത സുഹൃത്തുക്കളാണ്. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഇതിനോട് സഹായിക്കുന്ന സഹകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് ഈ മജ്ലിസിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സദസ്സിന്റെ കഥാനായകൻ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സർറഹുൽ അദീദ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഈ സദസ്സിന്റെ മഹത്വവും പ്രതിഫലവും നീ എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ ഫൈലാൻ നൽകണേ റഹ്മാനെ. അവിടുത്തെ തർബിയത്ത് നൽകണേ റഹ്മാനെ. അവിടുത്തെ തർബിയത്തിലായി ഞങ്ങൾക്ക് നീ സഹായം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ മുരീദുമാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മരണപ്പെട്ട മനാഫിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ചാക്ക് അരി നൽകിയ സഹോദരിയുണ്ട് റബ്ബേ, സ്വീകരിക്കണേ റഹ്മാനെ. മനാഫിന്റെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. ഖബർ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബർ ജീവിതവും നീ വിശാലമാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,